എല്ലാവരെയും പ്രധാനമായി ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന ആന്റിക്കും മിനിസ്റ്റേറിയം ഒരു കാലിക വായന എന്ന സൂം വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ഏവർക്കും എന്തും മംഗളമാക്കുന്ന എല്ലാത്തിന്റെയും പരിപാലകനായ ജ്ഞാനത്തിന്റെ ഉറവിടമായ ഈശ്വരനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി അങ്ങാടിക്കടവ് ഇടവക സൺഡേ സ്കൂൾ പ്രധാനാധ്യാപികയായ മിസ്സിസ് സാലി പൈമ്പള്ളിക്കുന്നിലിനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹപിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മതാധ്യാപകർ എന്ന വിശിഷ്ടമായ ദൈവവിളിക്ക് ഞങ്ങളെ തെരഞ്ഞെടുത്ത നല്ല ദൈവമേ, അങ്ങേക്കായി വിശുദ്ധരായ സഭാ മക്കളെ നേടുവാൻ തക്കവിധം ജ്ഞാനവും അറിവും ദൈവസ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. മതാധ്യാപനത്തെ സഭയിലെ അൽമായ ശുശ്രൂഷയായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ അങ്ങ് ഉയർത്തിയല്ലോ. ഈശോയെ, ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ദൈവവിളിയുടെ ഉൾക്കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ പന്തക്കുസ്താ ദിനത്തിൽ ഒരു പുതിയ പന്തക്കുസ്താ അനുഭവം നേടി ദൈവാത്മാവിനാൽ നിറയുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മതാധ്യാപകരെയും അജപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെയും അനുഗ്രഹിക്കണമേ. ക്ലാസുകൾ നയിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരനോടൊപ്പം ഇവിടെയായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏത് വെബിനാറിനും ഇപ്പോൾ പ്രശ്നമുണ്ടാകുന്ന ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈശ്വര ചൈതന്യം നിറച്ച ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയ്ക്ക് സാലി പൈപ്പള്ളിക്കുന്നിൽ ടീച്ചറിന് പ്രത്യേകം നന്ദി. അടുത്തതായി ഏവർക്കും സ്വാഗതം ആശംസിക്കാൻ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയലിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ തലശ്ശേരി അതിരൂപതയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, ബൈബിൾ അപ്പോസ്തലറ്റ് ഡയറക്ടറാണ്. ഏറെ കർമ്മരംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അച്ഛനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി തന്നെ ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക ലേഖനം ആന്റിക്കും മിനിസ്റ്റേറിയം ഒരു കാലിക വായന എന്ന ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് സംബന്ധിച്ച അത്യുന്നത കർദിനാൾ മാർ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവെ, ഈ വെബിനാറിൽ വിഷയാവതരണം നടത്തുകയും ആദ്യം സംബന്ധിക്കുകയും ചെയ്യുന്ന തലശ്ശേരി അതിരൂപത അധ്യക്ഷനും സിറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ അംഗവുമായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവെ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് ചാൻസലറും തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രചോദനവുമായ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവെ, ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന മറ്റ് അഭിവന്യരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് ഈ വെബിനാറിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സന്നദ്ധരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് മേൽവട്ടത്തിലച്ച, ഡോക്ടർ ടോം ഓലിക്കരോട്ടച്ച, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫസേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സിറോ മലബാർ സഭയിലെ മറ്റ് സഭകളിലെയും ബഹുമാനപ്പെട്ട മത അധ്യാപകരെ, സി ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ സാന്നിധ്യം ഏറ്റെടുത്തതിൽ പിന്നെ നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ ഹൃദയം തൊട്ടറിഞ്ഞ് സുവിശേഷ മൂല്യങ്ങളിലേക്ക് തിരുസഭയെ അനുനിമിഷം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിന്റെ ഓരോ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക ലേഖനങ്ങളും ഈ സുവിശേഷ മൂല്യങ്ങളിലേക്കും സഭയുടെ പാരമ്പര്യങ്ങളിലേക്കും നമ്മളെ ചുവടുറപ്പിക്കാൻ സഹായകമാകുന്ന രീതിയിലുള്ളതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ അടുത്തയിടയ്ക്ക് ഫ്രാൻസിസ് പാപ്പ നൽകിയ അപ്പസ്തോലിക ലേഖനമാണല്ലോ ആന്റിക്കും മിനിസ്റ്റേറിയം എന്നത്.
ഈ ആന്റിക്കും മിനിസ്റ്റേരിയം എന്ന അപ്പസ്തോലിക ലേഖനത്തെക്കുറിച്ചുള്ള ഒരു കാലിക പഠനം എത്രയും പെട്ടെന്ന് നമ്മളുടെ അതിരൂപതയിലും സാധിക്കുമെങ്കിൽ ലോകം മുഴുവനുമുള്ള മതാധ്യാപകർക്കും വേണ്ടിയും നടത്തണമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവ് ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് ആൽഫായുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട ടോം ഓലിക്കരോട്ടച്ഛനും അതുപോലെ തന്നെ അച്ഛനെയും ഞങ്ങളെയൊക്കെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫായുടെ വൈസ് ചാൻസലറായ ബഹുമാനപ്പെട്ട അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വെബിനാറിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ ഇടവന്നത്. അഭിമന്യ പിതാക്കന്മാരുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരവും പ്രോത്സാഹന പ്രകാരവുമാണ് ഇങ്ങനെയൊരു വെബിനാർ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇന്ന് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ അഭിമന്യ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവിനോട് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചത് അഭിമന്യ പിതാവ് വളരെ വാത്സല്യത്തോടെ ഈ കാര്യത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുകയുണ്ടായി. നമ്മുടെ സഭയില് അൽമായ നേതൃത്വം വളർന്നു വരികയും മതബോധന രംഗത്ത് കൂടുതൽ അൽമായരുടെ സാന്നിധ്യവും പ്രവർത്തനവും ശക്തമാക്കേണ്ടത് ആവശ്യമാണ്. അതിന് അവർക്ക് വേണ്ടതായ ദൈവശാസ്ത്ര പരിശീലനം നൽകണം. അതിനുള്ള പോംവഴികൾ നമ്മൾ കണ്ടെത്തണമെന്ന് അഭ്യർത്ഥന വലിയമറ്റ പിതാവും അതിരൂപത നേതൃത്വവും ഒന്നടങ്കം തീരുമാനിച്ചതനുസരിച്ചാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് സംജാതമായത് അല്ലെ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ഏറ്റവും കഠിനാധ്വാനം ചെയ്തത് അഭ്യർത്ഥന പാമ്പ്ലാനി പിതാവ് തന്നെയാണ്. അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ നന്ദിയോട് ഓർക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിന്റെ ഈ അപ്പസ്തോലിക ലേഖനത്തിലെ ആശയങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്തു, നെഞ്ചേറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഞാൻ നീട്ടുന്നില്ല. ഈ അപ്പസ്തോലിക ലേഖനത്തിലെ വിവിധ വശങ്ങളെ കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കുവാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുവാൻ സന്നദ്ധനായി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന നമ്മളുടെ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ പിതാവിനെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അതുപോലെ തന്നെ സിറോ മലബാർ മതബോധന വേദിയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനം നൽകുകയും ഞങ്ങളെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാ കാര്യത്തിനും എപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ വത്സല പിതാവ്, തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനും അതുപോലെ സിറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡ് അംഗവും CBCIയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യ മാർ ജോർജ് ഞാർലക്കാട്ട് പിതാവ് വിശ്വാസ പരിശീലനം ഒരു ചരിത്ര വിശകലനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി നമ്മുടെ കൂടെയുണ്ട്. അഭിമന്യ മാർ ജോർജ് ഞാർലക്കാട്ട് പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചോരയും നീരും കൊടുത്ത് വളർത്തി ഇപ്പോഴും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവ്വകാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ക്ലാസ്സുകളൊക്കെ എടുത്ത് സമയമില്ലെങ്കിൽ പോലും അതിനായിട്ട് സമയം കണ്ടെത്തി ഞങ്ങളോട് കൂടിയായിരിക്കുന്ന ഇന്ന് ഈ ആന്റിക്കും മിനിസ്റ്റേറിയം എന്ന അപ്പസ്തോലിക ലേഖനത്തെക്കുറിച്ച് വളരെ ആധികാരികമായ ഒരു വിശകലനം നമുക്ക് വേണ്ടി തരുന്ന അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വെബിനാറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ടോമച്ചൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു. നമ്മുടെ സിറോ മലബാർ സഭയുടെ അഭിമാനവും തലശ്ശേരി അതിരൂപതയുടെയും ഏറ്റവും പ്രിയപ്പെട്ട മകനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് മേൽവട്ടത്ത് അച്ഛനുമായിട്ട് അതിൽ നമുക്ക് സംസാരിക്കാം. കാരണം തോമസ് മേൽവട്ടത്തിൽ അച്ഛനാണ് സിറോ മലബാർ സഭയുടെ മതബോധന രംഗത്തെ ഇപ്പോൾ നയിക്കുന്നത്. അച്ഛനോട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും വളരെ കാലികമായ പ്രസക്തമായ കാര്യങ്ങൾ ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും അച്ഛൻ തന്നു. അതുപോലെ തന്നെ അച്ഛൻ കർദിനാൾ പിതാവിനോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ ഇന്ന് നമ്മൾക്ക് വേണ്ടി ഈ അപ്പസ്തോലിക ലേഖനത്തെക്കുറിച്ച് ഒരു വിഷയ അവതരണം നടത്തും. ആദ്യമേ തന്നെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നന്ദിയോടെ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് മേൽവട്ടത്ത് അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഈ സത്യത്തിലെ ഈ അപ്പസ്തോലിക ലേഖനത്തെ കുറിച്ചുള്ള ഇപ്രകാരമുള്ള ഒരു പഠനം നടക്കാനുള്ള ആദ്യത്തെ വിത്ത് അല്ലെങ്കിൽ ചിന്ത വന്നത് തന്നെ ബഹുമാനപ്പെട്ട ടോം ഓലിക്കരോട്ടച്ചന്റെ ഭാഗത്തു നിന്നാണ്. അച്ഛൻ വളരെ പ്രശസ്തമായ രീതിയിൽ റോമിൽ നിന്ന് അഞ്ചലിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈബിൾ വിഭാഗത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അഭിയന്യ പിതാവ് അച്ഛനെ നിയമിച്ചു. അച്ഛന്റെ നേതൃത്വത്തിൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ ദിശാബോധം കൈവരികയും വളരെ നല്ല മാറ്റങ്ങൾ അച്ഛൻ വരുത്തുകയും ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായിട്ടും മുഴുസമയം അച്ഛൻ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. അച്ഛൻ ഇന്ന് ഈ മതബോധന ശുശ്രൂഷയുടെ ആധുനിക രൂപങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഈ വെബിനാറിൽ ആധികാരികമായിട്ട് നമ്മളോട് ക്ലാസ് എടുത്ത് സംസാരിക്കും. അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിൽ ഒട്ടനവധി പേരെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. സ്വാഗത പ്രസംഗം ഒത്തിരി സമയം നീട്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ബഹുമാനപ്പെട്ട ഡയറക്ടർമാര് ഇന്ന് ഈ വെബിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബഹുമാനപ്പെട്ട എല്ലാ പ്രൊഫസർമാരും ഈ വെബിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. മറ്റ് രൂപതകളിലെയും ബഹുമാനപ്പെട്ട വൈദികര്, അതുപോലെ പ്രത്യേകിച്ച് മതബോധന രംഗത്തെ ഡയറക്ടർമാരായിരിക്കുന്ന വൈദികര് ഈ വെബിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ വിവിധ രംഗങ്ങളിലെ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ വെബിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഡീൻ ഓഫ് സ്റ്റഡീസ് ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ബിൻസി മാത്യു, അതുപോലെ ഡോക്ടർ സിസ്റ്റർ സിസി, അതുപോലെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായ ബഹുമാനപ്പെട്ട മിഥുൻ, ജഷിത തുടങ്ങിയവര്, അതുപോലെ ബ്രദേഴ്സ് ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഏറ്റവും അടുത്ത ഇടയ്ക്ക് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സി ന്യൂസിന്റെ എക്സിക്യൂട്ടീവ്സ് ഈ വെബിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. അവരുടെ ഒപ്പം തന്നെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റുഡൻസ് ആയിരിക്കുന്നവർ വിവിധ കോണ്ടിനെന്റ്സിൽ നിന്ന് നമ്മളുടെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള സ്റ്റുഡൻസും ഞങ്ങളോട് ഇതിൽ സംബന്ധിക്കാൻ അനുവാദം ചോദിച്ചിട്ട് അവരെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് ഇത് മാറി മലയാളം അറിയാവുന്ന എല്ലാവർക്കും ഇതിൽ ചേരാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് ഇപ്പോൾ തന്നെ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നല്ല ഒരു ദൈവശാസ്ത്ര അവഗാഹം ലഭിക്കുന്ന ഒരു വെബിനാറായി ഇത് മാറട്ടെ എന്ന ആശംസയോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. കാര്യമാത്ര പ്രസക്തമായ വാക്കുകളിൽ സ്വാഗതം പറഞ്ഞ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവേലിന് നന്ദി. അടുത്തതായിട്ട് ഈ പഠനവേദിയുടെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സീറോ മലബാർ സഭയുടെ പരമോന്നത തലവനായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ്. നമ്മുടെ സഭയുടെ പിതാവിനെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കുടുംബത്തിലെ അപ്പനെ കുടുംബത്തിൽ പരിചയപ്പെടുത്തുന്നതിന് തുല്യമാകുന്നത്. പിതാവിന് ലൈവായി വരാൻ അസൗകര്യമുള്ളതിനാൽ റെക്കോർഡ് ചെയ്യപ്പെട്ട സന്ദേശമാണ് നമുക്കുള്ളത്. അപ്പോൾ പിതാവിന്റെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് ശ്രമിക്കാം. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അന്തിക്കും മിനിസ്റ്റേരിയും എന്ന പേരിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച മോത്തു പ്രോപ്രിയോ അപ്പസ്റ്റോലിക് ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന സീറോ മലബാർ വിശ്വാസ പരിശീലന കമ്മീഷനെയും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അന്തിക്കു മിനിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് മിനിസ്ട്രി അഥവാ പുരാതന ശുശ്രൂഷ എന്നാണല്ലോ അർത്ഥം. സഭയുടെ സുവിശേഷവൽക്കരണ ശുശ്രൂഷയെയാണ് പരിശുദ്ധ പിതാവ് ഇതുവഴി സൂചിപ്പിക്കുന്നത്. സഭയിൽ പല സിനഡുകൾ നടന്ന സന്ദർഭത്തിലും സഭയിലെ വിശ്വാസ പരിശീലന ദൗത്യം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സഭാപിതാക്കന്മാർ മുന്നോട്ട് വച്ചു.
അതിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ സഭയിൽ ഉണ്ടായിരിക്കുന്ന വിശ്വാസ വിഷയങ്ങളുടെ ഒരു പരാജയപ്പെട്ട അവസ്ഥയെ മനസ്സിൽ കണ്ടുകൊണ്ടുമാണ് പരിശുദ്ധ പിതാവ് പ്രകാരം ഒരു മിനിസ്ട്രി സഭയിൽ സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചത്. ഈ മിനിസ്ട്രി ഒരു അൽമായ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയെ സഭയിൽ വിശ്വാസ പരിശീലകൻ അഥവാ വിശ്വാസ പരിശീലക ആയിട്ട്, കാറ്റക്കിസ്റ്റ് ആയിട്ട് നിയമിക്കുന്ന ശുശ്രൂഷയാണ്. ആ കാറ്റക്കിസം ടീച്ചിങ് അഥവാ വിശ്വാസ പരിശീലനം തന്നെ സഭയിലെ ഒരു മിനിസ്ട്രി ആയിട്ട് അറിയിക്കുകയും ആ മിനിസ്ട്രി നിർവഹിക്കുന്നവരെ ഇപ്രകാരമുള്ള മിനിസ്റ്റേഴ്സായിട്ട്, ശുശ്രൂഷകരായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയുമാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ലോക്കൽ ചർച്ചസ് അഥവാ പ്രാദേശിക സഭകൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിട്ടാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. സാർവത്രിക സഭയെ പൊതുവായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഈ അപ്പസ്തോലിക ലേഖനം അത് പ്രധാനമായിട്ടും ലത്തീൻ കത്തോലിക്ക സഭയിലെ രൂപതകളിൽക്കാണ് കൂടുതൽ ബാധകമായിട്ടുള്ളത്. പൗരസ്ത്യ സഭകൾ ഓരോന്നിലും അതതിൻ്റേതായ വിശ്വാസ പരിശീലന പരിപാടികളും വിശ്വാസ പരിശീലകരുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകളുമുണ്ട്. നമ്മുടെ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാൻ കഴിയും, പരമ്പരാഗതമായിട്ട് വളർന്നു വന്ന ഒരു വിശ്വാസ പരിശീലന പദ്ധതിയാണ് നമുക്കുള്ളത്. അത് പ്രത്യേകമായിട്ട് ഒരു മിനിസ്ട്രി എന്ന നിലയിൽ നാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് വരികിൽ തന്നെയും അതിന് അപ്രകാരമുള്ള ഒരു സ്ഥിര സ്വഭാവം നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം ക്രമവൽകൃതമായിട്ട് വിശ്വാസ പരിശീലന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന മറ്റൊരു സഭയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക അത്ര എളുപ്പമല്ല. എന്നാൽ സിറോ മലബാർ സഭയോടൊപ്പം ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കാ സഭയും മലങ്കര കത്തോലിക്കാ സഭയും ഈ പൊതുവൈതൃകം, അതായത് വിശ്വാസ പരിശീലന പരിപാടിയുടെ ക്രമവൽകൃതമായ ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള നമ്മുടെ വിശ്വാസ പരിശീലന പദ്ധതിയെ ഇനിയും ഒരു പ്രത്യേക ശുശ്രൂഷയായിട്ട് സ്ഥാപിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മുടെ സഭയുടെ സിനഡാണ്. ഇപ്പോൾ നടക്കുന്ന രീതിക്ക് ഇപ്പോഴത്തെ നമ്മുടെ വിശ്വാസ പരിശീലന പരിപാടികൾക്ക് അതിൻ്റേതായ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ പരിശീലകരായ അധ്യാപകരും മറ്റ് ശുശ്രൂഷകരും യഥാർത്ഥത്തിൽ ചെയ്യുന്ന ശുശ്രൂഷ നമ്മുടെ സഭയുടെ വിശ്വാസ വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമായിട്ടുണ്ടെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭയിൽ ഈ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ, സമർപ്പിതരായിട്ടുള്ള സഹോദരീ സഹോദരന്മാർ, അൽമായ പ്രേക്ഷിതർ എല്ലാവരും ഈ രംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നു. നമ്മുടെ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സന്യാസ സമൂഹങ്ങളിലും വിശ്വാസ പരിശീലന പരിപാടികൾ ഉണ്ട്. നാം സഭയിൽ നിന്ന് തന്നെ പ്രത്യേകമായിട്ട് 12 ക്ലാസ്സുകളിലേക്ക് ഉതകുന്ന വിശ്വാസ പരിശീലന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിനുവേണ്ട മറ്റ് സഹായക ഗ്രന്ഥങ്ങളും പഠന ഉപാധികളുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയുമാണല്ലോ. അതിനാൽ ഇപ്രകാരമുള്ള ഈ നമ്മുടെ വിശ്വാസ പരിശീലന പദ്ധതിയെ പരിശുദ്ധ പിതാവ് പുതുതായിട്ട് വിഭാവനം ചെയ്യുന്ന വിശ്വാസ പരിശീലകൻ അഥവാ പരിശീലക എന്ന പുതിയ ശുശ്രൂഷയുടെ സ്ഥാപനത്തോട് എപ്രകാരം ബന്ധപ്പെടുത്താമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഈ പരിശുദ്ധ പിതാവിൻ്റെ വിഭാവനം അനുസരിച്ച് ഇതിൽ ധാരാളമായ അൽമായരുടെ ഒരു പങ്കാളിത്തം പാപ്പ പ്രതീക്ഷിക്കുന്നുണ്ട്. അൽമായരുടെ ഒരു പ്രത്യേക ശുശ്രൂഷയായിട്ടാണ് പരിശുദ്ധ പിതാവ് ഇത് അവതരിപ്പിക്കുന്നത്.
ഇവിടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ വിശ്വാസ അധ്യാപനത്തിൻ്റെ ഒരു വശവുമുണ്ട്. രണ്ടും കൂടെ ചേരുന്ന ഒരു ശുശ്രൂഷ. അതുവഴിയായിട്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൽപ്പന ആയിരിക്കും നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനപദങ്ങളെയും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ഞാൻ സ്നാനപ്പെടുത്തുവിൻ എന്ന്. അപ്പോൾ ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അഭ്യസിക്കുവാൻ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ നേരിട്ടുള്ള കൽപ്പനയാണ്. ആ കൽപ്പന നിർവഹിക്കുന്നതിലാണ് പല രാജ്യങ്ങളിലും ഒരുപക്ഷെ വിശ്വാസികളുടെ സമൂഹങ്ങൾ, സഭകൾ കുറേയൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. അതിനെ തിരുത്തണമെന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നു. ഇത് സഭയുടെ ഒരു മുഖ്യ ശുശ്രൂഷയായിട്ട് തന്നെ. ഒരർത്ഥത്തിൽ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലന ശുശ്രൂഷ. ഇത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെ കാറ്റക്കേസി ത്രതയന്തേ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാശ്ചാത്യ സഭകളിൽ പിന്നീട് വന്ന പതിവ് എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയുടെ ആദ്യ സ്വീകരണത്തോടൊപ്പവും അതുപോലെ തന്നെ സ്ഥൈര്യലേപന ശുശ്രൂഷയോടൊപ്പവും മാത്രം നൽകപ്പെടുന്ന ഒന്നായിട്ട് വിശ്വാസ പരിശീലനം കുറഞ്ഞുപോയി. വാസ്തവത്തിൽ ഇത് കുട്ടികളുടെ ആ ജീവിതത്തിൽ ആദ്യ വർഷങ്ങളിൽ നിരന്തരം നടക്കേണ്ട ഒരു ശുശ്രൂഷയാണ്, വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ. ഇപ്പോൾ സിറോ മലബാർ സഭയിലും മറ്റ് ചില സഭകളിലുമൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും അപ്രകാരമുള്ള ഒരു നിരന്തരമായ വിശ്വാസ പരിശീലനമാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണവും മറ്റൊരു ഘട്ടത്തിൽ വിശ്വാസ പ്രഖ്യാപനവും ഒക്കെ നടക്കുന്നുണ്ടാവും. നമ്മുടെ സഭയിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഏകീകരണം ഇനിയും സാധിച്ചിട്ടില്ല. പക്ഷേ ശുശ്രൂഷ നിരന്തരം നടക്കുന്നുണ്ടെന്നുള്ളതും വിശ്വാസ പരിശീലനം എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ടെന്നുള്ളതും ഒരർത്ഥത്തിൽ ചാരിതാർത്ഥ്യജനകമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വെബിനാറിലൂടെ കൂടുതൽ ആശയങ്ങൾ ഈ അന്തീക്യു മിനിസ്റ്റേരിയമിൻ്റെ പൗരാണിക ശുശ്രൂഷയുടെ വശങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതിന് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ സഭയുടെ വിശ്വാസ പരിശീലന ശുശ്രൂഷ കൂടുതൽ സജീവമാകുവാനും ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ വെബിനാറിൻ്റെ സംഘാടകർക്കും ഇതിൽ സംബന്ധിക്കുന്നവർക്കും എൻ്റെ അഭിവാദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് സ്തുതി. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനും നമുക്ക് ഉചിതമായ സന്ദേശം നൽകാനും വേണ്ടി സമയം കണ്ടെത്തിയ വലിയ പിതാവ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് നന്ദിയുടെ കൂപ്പുകൈ. പ്രാരംഭ കാര്യപരിപാടികൾക്ക് ശേഷം നമുക്ക് വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടക്കാൻ സമയമായി. വിഷയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും ഏറ്റവും ഉചിതനായ ഒരു മഹത് വ്യക്തിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫാദർ ഡോക്ടർ തോമസ് മേൽവട്ടത്ത് എന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ പേരും മുഖവുമാണ്. ഇപ്പോൾ സീറോ മലബാർ വിശ്വാസ പരിശീലക കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിലും തലശ്ശേരി അതിരൂപതയിലെ കാറ്റഗിസം ഡയറക്ടർ എന്ന നിലയിലും അദ്ദേഹം നടത്തിയ ദീർഘമായ സേവനം കാറ്റഗിസ രംഗത്തെ ശ്രദ്ധേയമാണല്ലോ. വിഷയാവതരണത്തിന് വേണ്ടി ഫാദർ ഡോക്ടർ തോമസ് മേൽവട്ടത്തിനെ ക്ഷണിക്കുന്നു. പ്രിയ അഭിവന്യ, നമ്മുടെ വെബിനാർ ഉദ്ഘാടനം ചെയ്ത കർദിനാൾ പിതാവ് ആലഞ്ചേരി പിതാവേ, നമ്മുടെ ഈ വെബിനാറിലെ വിശ്വാസ പരിശീലന ഒരു ചരിത്ര വിശകലനം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മളൊത്തായിരിക്കുന്ന മതബോധന കമ്മീഷന്റെ ചെയർമാനും അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതാപലത്വമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോർജ് ഞള്ളക്കാട്ട് പിതാവേയും ആന്റിക്യു മിസ്റ്റേരിയം ഒരു വിശകലനം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് ചാൻസലറും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അഭിവന്യ പാമ്പളാനി പിതാവേയും മതബോധന ശുശ്രൂഷയുടെ ആധുനിക രൂപങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ടോം ഓലിക്കരോട്ടച്ച, ഈ മീറ്റിംഗിന് ഔദ്യോഗികമായിട്ടുള്ള സ്വാഗതം ആശംസിച്ച ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവീലച്ച, എല്ലാ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാരവാഹികളെ, മതബോധന കമ്മീഷന്റെ ഡയറക്ടർ മാസ്റ്റർമാരെ, അഭിവന്യ വലിയവറ്റം പിതാവെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണല്ലോ നമ്മൾ സംബന്ധിക്കുക. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് നമ്മളോട് സംസാരിച്ചതുപോലെ ആന്റിക്കും മിസ്റ്റേരിയും എന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മോത്തു പ്രോപ്രിയ. ആന്റിക്കും മിസ്റ്റേരിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള അർത്ഥം പുരാതന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആത്മായ വിശ്വാസ പരിശീലന ശുശ്രൂഷ. ഈ മോത്തു പ്രോപ്രിയ എന്ന തിരുവഴുത്തിലൂടെ പരിശുദ്ധ പിതാവ് സ്ഥാപിക്കുകയാണ് ചെയ്യുക. മോത്തു പ്രോപ്രിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇൻ ഹിസ് ഓൺ ഇൻട്രസ്റ്റ് എന്നാണ്, പരിശുദ്ധ പിതാവിൻ്റെ താല്പര്യപ്രകാരം എന്നാണ് എൻ്റെ അർത്ഥം. മോത്തു പ്രോപ്രിയ തുടങ്ങുന്നത് 1484 ഇന്നസെന്റ് 8 മാർപ്പാപ്പയുടെ കാലം മുതലാണ് മോത്തു പ്രോപ്രിയ പ്രഖ്യാപനങ്ങൾ വരിക. പ്രധാനമായിട്ട് 3 മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുക. ഒന്ന്, പുതിയതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. രണ്ടാമത്, എന്തെങ്കിലും മൈനർ ചേഞ്ചസ് നിയമത്തിൽ വരുത്തുമ്പോൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് വരുത്തുമ്പോൾ. മൂന്നാമത്, സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ പരിശുദ്ധാവിൻ്റെ ഇൻട്രസ്റ്റിൽ തന്നെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾക്കാണ് മോത്തു പ്രോപ്രിയ എന്ന് പറയുക. അപ്പോൾ ആന്റിക്യും മിസ്റ്റേരിയം എന്ന് പറയുന്ന പുതിയ മോത്തു പ്രോപ്രിയയിലൂടെ പരിശുദ്ധ പിതാവ് ഈ പുരാതന ശുശ്രൂഷ, അൽമായരുടെ വിളി, അതായത് പുനഃസ്ഥാപിക്കുകയാണ്. വിശ്വാസ പരിശീലന ശുശ്രൂഷ ഒരു പുനഃസ്ഥാപനം നടത്തുകയാണ് ചെയ്യുക. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വിഷയാവതരണം നടത്തുന്ന അവസരത്തിൽ, ഇതിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ ആർച്ച് ബിഷപ്പ് റീനോ ഫിസ്റ്റേലിയ പറഞ്ഞ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. പ്രസിദ്ധീകരണ വേളയിൽ ആർച്ച് ബിഷപ്പ് റീനോ പറയുകയാണ്, വിശ്വാസ പരിശീലന ശുശ്രൂഷ സഭയുടെ അതിപുരാതന ശുശ്രൂഷയാണ്. 3-ാം സഹസ്രാബ്ദത്തിലെ സഭ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ പിതാവ് ഊന്നി പറയുന്നു. സഭയുടെ സുവിശേഷവൽക്കരണ യജ്ഞം എല്ലാ സമയത്തും എല്ലാ കാലത്തും പ്രധാനപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടിയാണ് 2021 മെയ്യിൽ പരിശുദ്ധ പിതാവ് ഏറ്റവും പുതിയ മതബോധന ഡയറക്ടറി ഫോർ കാറ്റക്കേസിസ് പ്രസിദ്ധീകരിക്കുക. പരിശുദ്ധാവ് പറയുകയാണ്, ഇതൊരു ആത്മായ ശുശ്രൂഷയാണ്. ഇതുവഴി വിശ്വാസ പരിശീലന നവീകരണത്തിനും അതുപോലെ ഒരു നവസുവിശേഷവൽക്കരണ ദൗത്യത്തിനും ഇവർ പങ്കുചേരുകയാണ്. ഈ ആന്റിക്യും മിസ്റ്റേരിയം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭാരേഖകളുടെയും സഭാ ചരിത്രത്തിൻ്റെയും സഭാ നിയമത്തിൻ്റെയും കൗൺസിൽ പഠനങ്ങളുടെയും പിൻബലം ആവോളം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റക്കേസി ത്രതൻ്റെ മതബോധന ഇന്ന്, സുവിശേഷത്തിൻ്റെ ആനന്ദം, ഡയറക്ടറി ഫോർ കാറ്റക്കേസിസ് ഒക്കെ പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് ഊന്നി പറയുകയാണ്. പരിശുദ്ധ പിതാവ് ഇത് പ്രസിദ്ധീകരിക്കുന്ന ദിവസത്തിന് ഒരു പ്രത്യേകത, തിരഞ്ഞെടുത്ത ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് സെന്റ് ജോൺ ഓഫ് ആവില 1499 1569 വിശുദ്ധന്റെ തിരുനാള് ലത്തീൻ സഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ് ഇത് ഈ പ്രഖ്യാപനം നടത്തുക. ഈ വിശുദ്ധന് ഒരു വൈദികനും ഒപ്പം തന്നെ പിന്നീട് ഡോക്ടർ ഓഫ് ദി ചർച്ച് ആയിട്ടുള്ള വ്യക്തിയും കൂടെയാണ്. എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധനാണ് 1554 ക്രിസ്ത്യൻ ഡോക്ട്രിൻ പ്രസിദ്ധപ്പെടുത്തുന്നത്. ഈ ക്രിസ്ത്യൻ ഡോക്ട്രിനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന CCC കത്തോലിക്ക സഭ മതബോധനത്തിൻ്റെ എല്ലാം അടിസ്ഥാന ഘടനകൾ തുടക്കം കുറിച്ച് എന്നുള്ളത് അഭിമാനത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഈ ആന്റിക്യും മിസ്റ്റേരിയയുടെ സഭ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നാണ് പുറപ്പെടുവിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സഭയുടെ ഈ അനുഭവ പശ്ചാത്തലം? സഭയുടെ വളർച്ചയിൽ കാറ്റക്കിസ്റ്റുകൾ പണ്ട് കാലം മുതൽ വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. ഇതൊരു വിളിയും ശുശ്രൂഷയും ആണ്. ചില സ്ഥലങ്ങളിലൂടെ അവരിലൂടെ മാത്രമേ സഭയ്ക്ക് ഭൂമിയുടെ ഉപ്പായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് LG 33 ഇത് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ഥാപനം പോൾ 6-ാം മാർപ്പാപ്പ 1975 പുറത്തിറക്കിയ അപ്പസ്തോലിക ഉപദേശം എവഞ്ചേലി നൂൻഷ്യാന്തിയിലെ നമ്പർ 73 പറയുന്നതിൻ്റെ ഒരു പൂർത്തീകരണവും കൂടിയാണ്. അവിടെ പരിശുദ്ധാവ് പോൾ 6-ാം മാർപ്പാപ്പ പറയുകയാണ്, സഭയ്ക്ക് ആവശ്യമായ പുതിയ ശുശ്രൂഷകൾ കണ്ടെത്തണം.
അന്ന് പോൾ ആർ മാർപ്പാപ്പ പറഞ്ഞ ആ ആഗ്രഹത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയായപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ആന്റിക്യും മിനിസ്റ്റേരിയം എന്ന് പറയുന്ന അപ്പസ്തോല തിരുവഴുത്തിലൂടെ ആ ഒരു വലിയ സ്വപ്നം പൂർത്തീകരിക്കുക. പ്രിയപ്പെട്ട, അതുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തിന് ഇന്നും കാലികമായിട്ട് ഏറെ പ്രസക്തിയുണ്ട്. ഈ വിളി ആഴമായ സഭയുടെ സമാത്മക ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്നതും പരസ്നേഹത്തെ പ്രവൃത്തിയാൽ പ്രകാശിതവും വിശ്വാസത്തിന്റെ സാക്ഷ്യവുമായി ആഘോഷിക്കപ്പെടുന്നതാണ്. ഗാവദിയും എവഞ്ചലിയും ഗാവദിയും നമ്പർ 102 ഇതാണ് സൂചിപ്പിക്കുക. ആന്റിക്യം മിനിസ്റ്റേരിയൽ നമ്പർ 7 പറയുകയാണ്, ഇതൊരു സെക്കുലർ രീതി തന്നെ ഉണ്ടാകണം. ഒരു സമർപ്പണ ചിന്തയാൽ ഇത് നയിക്കപ്പെടണം. സ്ത്രീ പുരുഷന്മാർ അവരുടെ മാമോദിസ ദൈവവിളി പ്രത്യേക വിധത്തില് പ്രകാശിപ്പിക്കുവാൻ സുവിശേഷ മൂല്യങ്ങൾക്ക് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വൈദികർക്ക് മറ്റും പകരമല്ല, മറിച്ച് സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ഫലപ്രദമായ ഒരു സേവനമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള രൂപീകരണം കൊടുക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ആത്മായ പ്രേക്ഷിതത്വം എന്ന് പറയുമ്പോൾ വൈദികരോടൊത്തുള്ള ഒരു സഹപ്രവർത്തനമല്ല ഇവിടെ ഉദ്ദേശിക്കുക. അൽമായരുടെ ദൗത്യം ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ലൂമൻ ജൻസി നമ്പർ 33 പറയുന്നത് പോലെ ലോകത്തെയും ലൗകിക ചിന്തകളെയും ദൈവഗീതമനുസരിച്ച് നിയന്ത്രിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ആത്മാരുടേത്. അതോടൊപ്പം ലോകത്തിലായിരുന്നു കൊണ്ട് ലൗകികതയെ ദൈവികമായി രൂപപ്പെടുത്തുന്ന പ്രവൃത്തിയുമാണിത്. ഇനി പരിശുദ്ധ പറയുകയാണ്, ഇത് എവിടെയെല്ലാം ഉണ്ടാകണം. നമ്മൾ പറയുകയാണ്, നമ്പർ 10 പറയുകയാണ്, പൗരസ്ത്യ സഭകൾ അവരുടെ പർട്ടിക്കുലർ നിയമം അനുസരിച്ച് ഇതിനെപ്പറ്റി ചിന്തിച്ച് സ്ഥാപിക്കണം. നമ്പർ 11 പറയുകയാണ്, ഓരോ രൂപതാ മെത്രാന്മാരെ ശുശ്രൂഷ എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയൊക്കെ സ്ഥാപിക്കണം. ഇനി ഇതിൻ്റെ ഒരു മേന്മയോ അപകടത്തെ പറ്റിയിട്ടും കൂടെ ഈ മൂത്തുപ്രിയ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസിദ്ധീകരണ വേളയിൽ ബിഷപ്പ് ഫ്രാൻസ് പീറ്റർ ഇങ്ങനെ പറയുക, ഈ സംവിധാനത്തിലൂടെ കാറ്റക്കിസ്റ്റിൻ്റെ ഒരു പ്രൊഫൈല് ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. നമ്മൾ പറയപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, നമ്മുടെയൊക്കെ പ്രൊഫൈൽ എന്തായിരിക്കും. അപ്പം കാറ്റക്കിസ്റ്റിന് ഒരു അഡീഷണൽ പ്രൊഫൈൽ കിട്ടുക. ഇത് ഹൈറാർക്കിയിൽ നിന്ന് വരുന്നതല്ല, പക്ഷേ ഹൈറാർക്കിയുടെ ഭാഗമായി തീരുന്നതുമാണ്. ഇത് കാറ്റക്കിസ്റ്റുകളുടെ ഒരു ഓട്ടോണമസ് വിളിയായി തീരാനും അങ്ങനെ കാറ്റക്കിസ്റ്റായി മാറാനുമുള്ള ഒരു വിളിയാണ്. അതിനുവേണ്ടി പറയാണ്, സമൂഹം ഇതിനായിട്ട് ഒരുക്കപ്പെടണം. ഒന്നാമതായിട്ട് പറയുകയാണ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന വിഷമസന്ധി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, ക്ലെരിക്കലൈസേഷന്റെ വേറൊരു രൂപമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തിരുവെഴുത്ത് നമ്മെ പ്രകാരം ഓർപ്പിക്കുന്ന നമ്പർ 7, ദ മിനിസ്ട്രി ഓഫ് കാറ്റക്കിസ്റ്റ് ഈസ് ഒപ്പോസ്ഡ് ടു ക്ലെരിക്കലൈസേഷൻ ഓഫ് ദ ലെയ്റ്റി ആൻഡ് ലൈസിയേഷൻ ഓഫ് ദ ക്ലേർജി. രണ്ടാമത് പറയുകയാണ്, ഒരു സാമൂഹിക പശ്ചാത്തലം എങ്ങനെയായിരിക്കണം. ദ മിനിസ്ട്രി ഓഫ് ദ കാറ്റക്കിസ്റ്റ് ഈസ് കാരിഡ് ഔട്ട് ഇൻ എ കമ്മ്യൂണിറ്റി സ്പിരിച്വാലിറ്റി ആൻഡ് ഇൻ എ സ്പിരിച്വാലിറ്റി ഓഫ് പ്രയർ. മൂന്നാമതായിട്ട് പറയുകയാണ്, ഇവരുടെ ശുശ്രൂഷയുടെ രൂപീകരണം എങ്ങനെയായിരിക്കണം. ദ മിനിസ്ട്രി ഓഫ് കാറ്റക്കിസ്റ്റ് ഈസ് എ സർവീസ് അക്വയർഡ് ത്രൂ സ്പെസിഫിക് ആൻഡ് സോൾഡ് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഈ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കണമെന്ന് പറയുക. വിശ്വാസ പരിശീലകർക്ക് ചില ഗുണങ്ങളുണ്ടായിരിക്കണം. ഇതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിശ്വാസ പരിശീലകരെ വിശ്വാസം പങ്കിടുന്നതിൽ വൈദഗ്ധ്യമുള്ള വ്യക്തികളായി, എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ കഴിവുള്ള അറിവുള്ള വ്യക്തികളായിട്ട് മാറണം. രണ്ടാമത് പറയുകയാണ്, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകണം. മൂന്നാമത് പറയുകയാണ്, ഈ മിഷൻ ദൗത്യത്തെക്കുറിച്ച് അവബോധമുള്ളവരാകണം. നാലാമത് പറയുകയാണ്, പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും സഭാ പഠനങ്ങൾ മനസ്സിലാക്കുകയും വിശ്വാസ പരിശീലനത്തിലുള്ള ദൈവികമായ രൂപപ്പെടലുകൾക്ക് പരിശ്രമിക്കുന്നവരുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ആന്റിക്യം മിനിസ്റ്റേരിയം എന്നുള്ള തിരുവെഴുത്തിലൂടെ വിശ്വാസ ബോധനത്തിൻ്റെയും വിശ്വാസ പരിശീലനത്തിൻ്റെയും പ്രാധാന്യവും ആവശ്യകതയും എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ പൊതു ചുമതലയിൽ സഹകരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും
പരിശുദ്ധ പിതാവ് ആൻറ്റിക്ക് മിനിസ്റ്റേരി എന്ന മൗത്ത് പ്രോപ്രിയ സ്ഥാപിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുക. അവിടെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള ആഴമായ ബോധ്യങ്ങൾ ലഭിക്കുന്ന ഒരു വേദിയായിട്ട് നമ്മുടെ ഈ വെബിനാർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാ മംഗളങ്ങളും നമ്മുടെ ശ്വാസ പരിശീലന കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. തോമസ് അച്ഛൻ്റെ നല്ല പ്രസന്റേഷൻ നന്ദി. ഞാൻ ഒന്നുകൂടെ ഇടപെടുകയാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാൾക്ക് സ്വാഗതം പറയാൻ പെട്ടെന്ന് തിരക്കിന് പറഞ്ഞു പോയപ്പം വിട്ടുപോയി. അത് മറ്റാരുമല്ല, നമ്മളുടെ തലശ്ശേരി അതിരൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ തലവനായ ബഹുമാനപ്പെട്ട ജേക്കബ് വെണ്ണായിപ്പള്ളച്ചനാണ്. റവറൻ ഡോക്ടർ ജേക്കബ് വെണ്ണായിപ്പള്ളച്ച്, ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം സിജു അച്ഛൻ എന്ന് വിളിക്കും. അച്ഛൻ ഇതിന്റെ ആരംഭ ചിന്തകൾ തൊട്ട് ഞങ്ങളോട് പങ്കുവയ്ക്കുകയും ബഹുമാനപ്പെട്ട തോമച്ചന്റെ കൂടെ ഇതിനെക്കുറിച്ചുള്ള വിവിധ തലങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തതാണ്. വളരെ പ്രത്യേകമായിട്ട് അച്ഛനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ തലശ്ശേരി അതിർത്തിക്ക് മാത്രമല്ല കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും വളരെ പ്രചോദനാത്മകമായ രീതിയിൽ വിശ്വാസ പരിശീലനം ആധുനിക രീതിയിൽ അവതരിപ്പിക്കാൻ അച്ഛൻ വളരെയധികം പരിശ്രമിക്കുകയും വിവിധ മതബോധന ക്ലാസ്സുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെ വിജയകരമായി അവതരിപ്പിക്കുകയും ചെയ്ത അച്ഛനാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് വെണ്ണായിപ്പള്ളച്ചൻ അച്ഛനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ഫിലിപ്പച്ച. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയാവതരണമാണ് നമ്മൾ കേട്ടത്. ആന്റിക്കും മിനിസ്റ്റേരിയം എന്ന അപ്പസ്തോലിക ലെറ്ററിന്റെ ആഴവും പരുപ്പവും വളരെ ചുരുങ്ങിയതും കൃത്യവുമായ വാക്കുകളിൽ നമുക്ക് പറഞ്ഞു തന്ന ഫാദർ ഡോക്ടർ തോമസ് മേൽവട്ടത്തിന് നന്ദി. സഭയിലെ ശുശ്രൂഷകൾ എല്ലാത്തിനും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഊന്നു നിൽക്കുന്ന നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വിവിധ ശുശ്രൂഷകളുടെ ചരിത്ര പാരമ്പര്യം വളരെ സുപ്രധാനമാണ്. വിശ്വാസ പരിശീലനത്തിന്റെ ഈ ചരിത്ര പാരമ്പര്യത്തെ പറ്റി നമ്മോട് സംവദിക്കാനെത്തുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ടാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിന്റെ കൈവപ്പവാശി എന്ന നിലയിൽ മാത്രമല്ല, സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കമ്മീഷന്റെ ചെയർമാൻ എന്ന നിലയിലും ഈ ചരിത്ര വിശകലനം നടത്താൻ പിതാവിനെ ലഭിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം. പിതാവിനെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, മതാധ്യാപകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അത്രയും സമയം കളയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ചുരുക്കി പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മതബോധനത്തെ പറ്റി പറയുമ്പോൾ മതബോധനത്തിന് സഭയോളം പഴക്കമുണ്ട്. കർത്താവായ ഈശോയിൽ തുടങ്ങി ഇപ്പൊ പറയാം ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ എത്തി നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് മതബോധന ശുശ്രൂഷ. ഇന്ന് കാറ്റഗേസിസ് ത്രദേന്തെ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 1-ാമത്തെ നമ്പറിലെ ആദ്യത്തെ വാചകം തന്നെ സഭ എക്കാലവും മതബോധനത്തെ തന്റെ ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ടതായിട്ട് കരുതിപ്പോരുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവായ ഈശോ ഭൂമിയിലേക്ക് വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പസ്തോലിക നമ്മളിപ്പോ വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ക്രിസ്തു രഹസ്യത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്തു സംഭവത്തിലൂടെ ഈ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന ആ യജ്ഞം കർത്താവായ ഈശോ പൂർത്തീകരിക്കുകയുണ്ടായി. അവിടുത്തെ ജീവിതം മുഴുവനിലൂടെ എന്ന് പറയുമ്പോൾ മനുഷ്യ അവതാരം തുടങ്ങി സ്വർഗാരോഹണം വരെയുള്ള അവിടുത്തെ ജീവിതത്തിലെ മുഴുവനിലൂടെയായിട്ട് ദൈവരാജ്യത്തെ സ്ഥാപിക്കുകയാണ്. പക്ഷെ ആ ദൈവരാജ്യം ഇന്ന് സഭയിലുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വത്തിക്കാൻ കൗൺസിലിന്റെ ലൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധന രേഖയിൽ അത് പറയുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ പൂർണ്ണത സഭയിലില്ല. സഭ തന്നെയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ്. നമ്മൾ പിൽഗ്രീം പീപ്പിളാണ്, തീർത്ഥാടക സഭയാണെന്ന് പറയുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നതാണ്. ഈ തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ അപ്പോ കർത്താവായ ഈശോ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് ആരോഹണിച്ചതിന് മുമ്പായിട്ട് അപ്പസ്തോലന്മാർക്ക് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം ഏൽപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞു. സഭയാ ദൗത്യം, അന്നത്തെ സഭയാണ് ദൗത്യം ഏൽപ്പിച്ചത്. സഭ ഇപ്പോൾ ഈ 20 സഹസ്രാബ്ദങ്ങൾ 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 21 നൂറ്റാണ്ട് വരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് കർത്താവായ ഈശോയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോരുകയാണ് ചെയ്തത്. അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്ന് പൂർത്തീകരിക്കുമെന്നു ലോകത്തിന് അന്ത്യം വരെ തുടരേണ്ടതുണ്ട്. എങ്കിലും സഭ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭ ഇതിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ
ചുരുക്കി പറയുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൂടെയാണ് ചെയ്യുന്നത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു കെരിഗ്മ എന്നാണ് നമ്മൾ പറയുന്നത്, പ്രൊക്ലമേഷനാണ്. രണ്ടാമത്തത് നമുക്കറിയാം ദിയാക്കോണിയാണ്, സർവീസാണ്. വ്യത്യസ്തമായ സേവനങ്ങളിലൂടെ സഭ അത് ചെയ്യുന്നുണ്ട്. അതിലേക്കൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. മൂന്നാമതായിട്ട് സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, അല്ലെങ്കിൽ ലിറ്റർജിയിലൂടെ, ആരാധനക്രമത്തിലൂടെ ദൈവരാജ്യ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിട്ട് കൊയിനോണിയ നമ്മൾ വാക്ക് ഉപയോഗിക്കും ഗ്രീക്കില്, കൂട്ടായ്മ, സാക്ഷ്യം വേണമെങ്കിൽ അങ്ങ് പറയാൻ സാധിക്കും. അപ്പൊ കൂട്ടായ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈ ദൈവരാജ്യ സംസ്ഥാപനത്തിൽ സാക്ഷികളായിത്തീരുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തിലും 14-ാം വചനത്തിലൊക്കെ നമ്മൾ പറയുന്ന പോലെ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും, ജെറൂസലത്ത്, യൂദയായില്, സമറിയായില്, ലോകത്തിന്റെ അതിർത്തികൾ വരെയും. അപ്പോ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ കൂടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സാക്ഷ്യം രക്തസാക്ഷിത്വമാണെന്ന് പറയാം. ഇങ്ങനെ ഈ വിധങ്ങളിലൂടെയെല്ലാം കർത്താവായ ഈശോയുടെ ദൗത്യം തുടരാൻ സഭ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സഭയുടെ ദൗത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുന്നത്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. നമ്മൾ ഏത് കാര്യം ചെയ്താലും സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്നു, കർത്താവായ ഈശോയുടെ വേല തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് കെരിഗ്മ, പ്രൊക്ലമേഷനാണ്. അതിനകത്ത് പരിശുദ്ധ പിതാവൊക്കെ പറയുന്ന പോലെ നമുക്കറിയാം എവാഞ്ചലൈസേഷനാണ് പ്രധാനപ്പെട്ടത്. സുവിശേഷം അറിയിക്കുക, സുവിശേഷ പ്രഘോഷണമാണ്. അപ്പസ്തോലന്മാർ ചെയ്ത അതാണ്. അപ്പൊ അപ്പസ്തോലന്മാർ തുടങ്ങുന്നു മതബോധനം എന്ന് പറയാൻ സാധിക്കും. ഈശോയുടെ കാലശേഷം അപ്പസ്തോലന്മാർ ചെയ്ത അത് തന്നെയാണ്. അപ്പസ്തോല നടപടി പുസ്തകം 2-ാം അധ്യായത്തില് 14 മുതൽ 42 വരെയുള്ള വചനങ്ങൾ പത്രോസിന്റെ പ്രസംഗത്തെ പറ്റിയാണ് പറയുന്നത്. അത് അന്ത്യക്കവും മിനിസ്റ്റേരിയുമിലെ പരിശുദ്ധ പിതാവ് അത് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പത്രോസ്ലീഹ തന്നെ മതബോധനം തുടങ്ങിയെന്ന് പറയാൻ സാധിക്കും, നമുക്ക് അവിടെ പറയാൻ സാധിക്കും. വീണ്ടും നമ്മൾ കാണുമ്പോൾ എസ്തപ്പാനോസിന്റെ പ്രസംഗം അപ്പസ്തോല നടപടി 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 മുതൽ 51 വരെ. അതൊക്കെ ഒരു പ്രഘോഷങ്ങളാണ്, പ്രൊക്ലമേഷൻസ് ആണ്. അതിലൂടെ ഈ വിശ്വാസ അല്ലെങ്കിൽ മതബോധനം നടക്കുകയാണ്. വിശുദ്ധ പൗലോസിന്റെ പ്രസംഗങ്ങളിലേക്കും അല്ലെങ്കിൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹയുടെ ധാരാളം ഡിസ്കോഴ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. 1-2 ഉദാഹരണം മാത്രം പറയാണ്. 1 കൊറിന്തോസ് 12-ാം അധ്യായത്തില് 28 മുതലുള്ള തിരുവചനങ്ങളില് നമ്മൾ സഭയിൽ വിവിധ തരം ശുശ്രൂഷകൾ ഉണ്ടെന്ന് പൗലോസ്ലീഹനെ ഏറ്റു പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് കർത്താവ് ചിലരെ അപ്പസ്തോലന്മാരായിട്ടും ചിലരെ പ്രവാചകരായിട്ടും ചിലരെ പ്രബോധകന്മാരായിട്ടും നിയമിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോരുന്ന ആ ഒരു ഭാഗം. അപ്പൊ വ്യത്യസ്ത ശുശ്രൂഷകളുണ്ട്. പഠിപ്പിക്കുവാനായിട്ട് നീക്കി നിർത്തപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു, പ്രബോധകർ എന്ന് പറയാം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആരംഭം 1-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വചനങ്ങളിലും സൂചനകളുണ്ട്. തെയോഫിലോസിനെ പറ്റി പറയുന്ന ആ സമയത്ത് പരിശുദ്ധ പിതാവ് ഈ ഇപ്പത്തെ മോത്ത് പ്രോപ്രിയൽ അത് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ തനിക്ക് ഏൽപ്പിച്ചു തന്നവ അതിനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ടും കൂടുതൽ പഠിച്ചറിഞ്ഞുകൊണ്ടുമാണ് സുവിശേഷം എഴുതുന്നതിനുള്ള സൂചനകളാണ്. അപ്പൊ സഭയുടെ ആരംഭം മുതലേ നമുക്ക് സഭയില് പ്രബോധകർ ഉണ്ടായിരുന്നു എന്നുള്ള ഓർക്കേണ്ടത്. മാത്രമല്ല പ്രബോധകരെ ആദരിക്കണം, സ്നേഹിക്കണം എന്നുള്ള തിരുവചനവും നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം പരിശുദ്ധ പിതാവ് ഇതിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, അവിടെ പറയുന്നത് വചനം പഠിക്കുന്നവർ തനിക്കുള്ള എല്ലാ വസ്തുക്കളുടെയും പങ്ക് തന്റെ അധ്യാപകന് നൽകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തെ വരെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഭയിൽ ഇങ്ങനെ വ്യത്യസ്ത ശുശ്രൂഷകളിലൂടെയാണ് വചനപ്രഘോഷണം നടക്കുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ഓർക്കാം, മതബോധനം എന്ന നമുക്ക് പറയുമ്പോൾ മതബോധനം കാറ്റക്കെയിൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വരുന്നു. വിളിച്ചു പറയുക അല്ലെങ്കിൽ മുഴങ്ങി കേൾക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ വാക്കിനുണ്ട്. ഉച്ചത്തിൽ പറയുക, മുഴങ്ങി കേൾക്കുകയൊക്കെ. അപ്പോൾ ദൈവിക കാര്യങ്ങൾ, വിശ്വാസത്യമായ കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഓറലായിട്ട് വായിച്ചിരുന്നു. പിന്നീടൊക്കെ നമുക്കറിയാം മറ്റു പല രീതികളിലൂടെയൊക്കെ. അപ്പൊ മതബോധനത്തിന്റെ ലക്ഷ്യവും എന്താണ്? വചന കൈമാറ്റമാണ്. വചനമാകുന്ന ഈശോയെയും ഈശോയുടെ വചനങ്ങളും കൈമാറുന്നതാണ് മതബോധനം. ആ കൈമാറ്റത്തിനാണ് പല രീതികൾ ഉപയോഗിക്കുക, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ആദിമസഭയിൽ നമുക്കറിയാൻ പറ്റും, ആദ്യമായിട്ട് അപ്പസ്തോലിക കാലത്ത് മതബോധനം നടന്നിരുന്നു. അപ്പസ്തോലിക കാലത്തുണ്ട്. അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞ ഉടനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോലിക കാലത്ത് ഉണ്ടായിരുന്ന ആ മതബോധനം 2 തരത്തിലാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒന്നാമത് നമ്മുടെ യഹൂദ മതത്തിൽ തന്നെയുള്ളവർ ക്രൈസ്തവ മതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു. ആദ്യമൊക്കെ യഹൂദ മതത്തിൽ നിന്നാണല്ലോ ക്രൈസ്തവ മതത്തിലേക്ക് വിശ്വാസികൾ വന്നു ചേർന്നത്. അപ്പൊ അങ്ങനെ വന്ന ആളുകൾക്ക് പരിശീലനം കൊടുത്തിരുന്നു.
അത് അത്ര ദീർഘമായിട്ടുള്ള പരിശീലനം ആയിരുന്നില്ല, കാരണം അവർക്ക് പഴയ നിയമ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അവിടെ മുമ്പിൽ ഈശോ മിശിഹായാണെന്ന് അവരെ പഠിപ്പിക്കുക, ഈശോ മിശിഹായാണെന്ന് പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ അവർ സ്വീകരിക്കുന്ന അതാണുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അവർക്ക് ബോധ്യം വരുമ്പോൾ അങ്ങനെ ആ പഠിപ്പിക്കുന്ന സ്വീകരിക്കുന്നവർക്ക്, വിശ്വാസം ഉൾക്കൊള്ളുന്നവർക്ക് മാമോദിസം നൽകിയിരുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിജാതീയരായ ആളുകൾക്ക് മതബോധനം നടത്തിയിരുന്നു. പേഗൻസും ജെന്റൈൽസും ഒക്കെ പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ, വിജാതീയരായ ആളുകൾ സഭയിലേക്ക് വന്നപ്പോൾ അവർക്ക് സ്വല്പം കൂടി നീണ്ട ഒരു പരിശീലനം നൽകുന്നതായിട്ടാണ് സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തേക്ക് വന്നപ്പോൾ അവരെ ഏകദൈവ വിശ്വാസത്തേക്ക് കൊണ്ടുവരിക ശ്രമകരമായ കാര്യമായിരുന്നു. പക്ഷെ അതാണ് ചെയ്തത്. അപ്പൊ അത് കൂടുതൽ സമയം എടുത്തു എന്നുള്ളത് നമുക്ക് ഓർക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ അപ്പസ്തോലിക കാലഘട്ടങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ കാണുന്നത് 2ഉം 3ഉം ഏതാണ്ട് 2-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് പറയാൻ സാധിക്കും 6-ാം നൂറ്റാണ്ട് വരെ സഭയില് കാറ്റക്കുമിനേറ്റ് ഉണ്ടായിരുന്നു. ജ്ഞാനസ്നാന അർത്ഥികളുടെ സംഘം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സഭയിലേക്ക് ചേരാൻ ആഗ്രഹിച്ച് വന്നിരുന്ന ആളുകൾക്ക് കൊടുത്തിരുന്ന പരിശീലനം. അപ്പൊ അവരുടേതായ സംഘത്തിന്റെ പേരായിരുന്നു കാറ്റക്കുമിനേറ്റ്, ജ്ഞാനസ്നാന അർത്ഥികളുടെ സംഘം. അതിലേക്ക് അംഗങ്ങളായി വരുന്നവരെ കാൻഡിഡേറ്റ്സ് എന്നോ കാറ്റക്യൂമൻ എന്നൊക്കെ വിളിച്ചിരുന്നു. കാറ്റക്യൂമൻ, ജ്ഞാനസ്നാന അർത്ഥി, അങ്ങനെയാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പൊ ആദിമസഭയിൽ ഇവിടെ നമ്മൾ ഓർക്കണം, ആദിമസഭയിൽ മുതിർന്നവർക്കാണല്ലോ മാമോദിസം കൊടുത്ത്, കൊച്ചുകുട്ടികൾക്കായിരുന്നില്ല. മുതിർന്നവരായ ആളുകൾ ഈ കാറ്റക്കുമിനേറ്റിലേക്ക് കടന്നു വന്ന് പരിശീലനം ശ്രദ്ധിച്ച് ആ പരിശീലനത്തിന് ശേഷം അവസാനം അവർക്ക് മാമോദിസം കൊടുത്തിരുന്നു കാണാൻ സാധിക്കും. 2-3 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന കാലഘട്ടമാണ് ഈ കാറ്റക്കുമിനേറ്റിലൂടെ നൽകിയിരുന്നത്. ദീർഘമായിട്ട് എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയ ക്ലാസ്സുകളൊന്നും അല്ല, എങ്കിലും 2-3 വർഷത്തെ പരിശീലനം ഉണ്ടായിരുന്നു. ഇത് ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് വരെ തുടർന്നിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ കാറ്റക്യൂമൻസിനെ പറ്റി പറയുമ്പോൾ കാറ്റക്യൂമൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു പറയുന്നത്. ഒന്ന്, വെറുതെ കേൾവിക്കാരായി വരുന്നവരാദ്യം. അവർ ആരെയും നിർബന്ധിച്ച മാംസം മുക്കിയിരുന്നില്ല. അവർക്ക് വെൽക്കം, അവർക്ക് സ്വാഗതം ഉണ്ടായിരുന്നു. അവർ വന്ന് വചനം കേൾക്കുന്നു. അങ്ങനെ വെറും കേൾവിക്കാരായിട്ട് വന്നു പോകുന്ന ഇൻക്വയറേഴ്സ്, അങ്ങനെ അന്വേഷകരായിട്ട് വരുന്നവരുണ്ടായിരുന്നു. രണ്ടാമത് ശരിക്കും കേട്ട് പഠിച്ച് സഭയിൽ ചേരണമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ആൾക്കാർ, കാറ്റക്യൂമെൻസ് പ്രോപ്പർലി കോൾഡ് എന്നുള്ളവരുണ്ടായിരുന്നു. അപ്പൊ ഈ 2 കൂട്ടരെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇവർക്ക് 3 തരത്തിലുള്ള പരിശീലനം കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. ഒരു കാറ്റഗറ്റിക്കൽ മതബോധനപരമായ പരിശീലനം കൊടുത്തിരുന്നു, താപസ പരിശീലനം അവർക്ക് കൊടുത്തിരുന്നു, ഒരു അസറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു, ഒപ്പം ലിറ്റർജിക്കൽ ഫോർമേഷനും അത് ഒരു ആരാധനക്രമപരമായ പരിശീലനവും കൊടുത്തിരുന്നു. ഇങ്ങനെ ഈ പരിശീലനത്തില് അന്നത്തെ വിശ്വാസ സമൂഹം മുഴുവൻ ഇൻവോൾവ്ഡ് ആയിരുന്നു. പല വിധത്തിലൂടെ പഠിപ്പിക്കുന്നതിലും ഇവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും തങ്ങളുടെ ജീവിത മാതൃകകളിലൊക്കെ ആയിട്ട് പോയിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും. ഈ പഠിച്ചിരുന്നവരൊക്കെയും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ആദ്യവും അവസാനവും ഉണ്ടായിരുന്നു. കുർബാന നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കുർബാനയില് നമ്മൾ കാഴ്ചവെപ്പിന് തൊട്ട് മുമ്പുള്ള അവസരത്തില് മാംസം സ്വീകരിക്കാത്തവരൊക്കെ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ ഇങ്ങനെ കാറ്റക്യൂമൻസ് ആയിട്ട് വന്നിരുന്ന ആളുകൾ വിശ്വാസം സ്വീകരിക്കാത്തവർ പറഞ്ഞു വിടുമായിരുന്നു. ബാക്കിയുള്ളവർക്കാണ് പിന്നെ അതിനകത്ത് പഠിക്കാൻ, കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ലിറ്റർജി ഓഫ് ദ യൂക്രിസ്റ്റിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെ പ്രധാനമായിട്ടും അപ്പൊ ഇവര് പ്രധാനമായിട്ടും സത്യങ്ങളും ധാർമ്മിക ജീവിതത്തെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിരുന്നെന്നാ പറയുന്നത്. ഇങ്ങനെ പരിശീലിച്ചു വന്നിരുന്ന ആളുകൾക്ക് ദുഃഖ ശനിയാഴ്ച മാമോദിസം കൊടുത്തിരുന്നു. എന്നിട്ട് പുതിയ ഞായറാഴ്ച ദിവസം ഇവർ വളരെ ആഘോഷമായിട്ട് സഭയിലെ മറ്റു വിശ്വാസികൾ കൂടി ദേവാലയത്തേക്ക് വരുമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതവും ആരാധനക്രമ അധിഷ്ഠിതമായ ഒരു പരിശീലനമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ കാറ്റക്യൂമൻസ് ഇങ്ങനെ പടിപടിയായിട്ട് വളർന്നു വന്നു. പിന്നീട് കാറ്റക്യൂമിനൽ സ്കൂൾസ് ഉണ്ടായി. പല സ്കൂളുകളൊക്കെ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാണ് മറ്റൊന്ന്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മതവാദത്തിന്റെ വളർച്ച നമ്മൾ പട്രിസ്റ്റിക് പീരീഡാണ്. സഭാപിതാക്കന്മാരുടെ കാലഘട്ടമാണ്. ഈ കാറ്റക്യൂമൻസിന്റെ ഒക്കെ സ്കൂളുകളുടെയൊക്കെ അധിപന്മാരായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് സഭാപിതാക്കന്മാരായ ആളുകൾ തന്നെയും ഇതുപോലെയുള്ള സ്കൂളുകൾ നടത്തിയിരുന്നു. അവരുടെ പ്രബോധനങ്ങളും പഠിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സഭാപിതാക്കന്മാരുടെ കാലഘട്ടം, അവരുടെ നാമത്തിലുള്ള സ്കൂളുകൾ വലിയ സഭാ പ്രബോധകരായിരുന്നു. അവരെല്ലാവരും ഡീറ്റെയിൽ പറഞ്ഞു, വലിയ സഭാ പ്രബോധകരായിരുന്നു. സഭയുടെ പഠനങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന അപ്പോളജറ്റിക് അപ്രോച്ചസ്, അതായത് സ്കിസത്തിനും ഹെരസിക്കും എതിരായിട്ടുള്ള
ശക്തമായ പഠനങ്ങളൊക്കെ ഈ സഭാപിതാക്കന്മാരിലൂടെ വന്നിരുന്നത് കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് സഭാപിതാക്കന്മാരുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ, വിശദീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സെയിന്റ് ഇരനേവുസ്, സിറിൽ ഓഫ് ജെറൂസലം, ജോൺ ക്രിസോസ്റ്റോം, ഗ്രിഗറി ഓഫ് നീസ, തേഡോർ ഓഫ് മൊപ്സുവേസ, സെന്റ് അഗസ്റ്റിൻ, ഇങ്ങനെ പോകുന്ന പിതാക്കന്മാരൊക്കെ വലിയ സഭാപിതാക്കന്മാരായിരുന്നു. അവരുടെ നാമങ്ങളൊക്കെ സ്കൂളുകളിലും പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ നമുക്ക് വേണ്ടി പറയാൻ സാധിക്കും, ഈ കാലഘട്ടത്തില് മതബോധന സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സഭാപരമായ പഠനങ്ങളുടെ ആദ്യത്തെ ഒരു ഹാൻഡ് ബുക്ക് എന്ന നിലയിൽ വന്ന ഒരു പുസ്തകമാണ് നമ്മൾ ദീതക്കെ എന്ന് പറയുന്ന പുസ്തകം. അത് AD 60-നും 90-നും ഇടയ്ക്ക്, ആ സമയം കൃത്യമായിട്ടുള്ള കാലഘട്ടമല്ല, ചിലർ 60 മുതൽ 110 വരെയും പറഞ്ഞു കാണുന്നുണ്ട്. എങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു പുസ്തകം, അത് ഒരു മതബോധനത്തിന്റെ ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നാലാമത്തെ ഒരു ഘട്ടം എന്ന് പറയുകയാണെങ്കിൽ കാറ്റഗിസം ഓഫ് സെന്റ് അഗസ്റ്റിൻ എന്നാണ് പറയുന്നത്. ശരിക്കും മതബോധനത്തിന് ഒരു വലിയ തുടക്കം കുറിക്കുന്നത് സെന്റ് അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന്റെ ഒരു വിശ്വപ്രസിദ്ധമായ പുസ്തകമുണ്ട്, ദ കാറ്റഗിസാന്തിസ് റൂദിബൂസ്. കാറ്റഗിസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്നതാണ്. ഞാൻ രണ്ട് പോയിന്റ് അതിനകത്ത് പറയുന്നുള്ളൂ. ആ ഗ്രന്ഥത്തില് സെന്റ് അഗസ്റ്റിൻ ആദിമ കാലഘട്ടങ്ങളിലെ മതബോധനത്തിന്റെ അന്തസ്സത്തെ പറ്റി പറയുന്നുണ്ട്, അതിന്റെ സംക്ഷിപ്ത രൂപം പറയുന്നുണ്ട്. ഒപ്പം ഭാവിയിൽ വരാനിരിക്കുന്ന കാറ്റഗിസത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഏത് നിലയിൽ കൂടെയൊക്കെ പോകണമെന്ന കാര്യവും കൂടി എടുത്തു പറയുന്നുണ്ട്. വളരെ പിന്നീട് നമ്മൾ കാണുന്നത് കാറ്റഗിസത്തിന്റെ വ്യത്യസ്തം ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഉദാഹരണത്തിന് 5 മുതൽ 8 വരെയുള്ള മെഡീവൽ മധ്യകാലഘട്ടത്തില് യൂറോപ്പില് ബ്രിട്ടനിലൊക്കെ സഭ പടർന്നു പിടിക്കുന്ന കാലഘട്ടങ്ങളൊക്കെയാണ്. അവിടെയും മതബോധനമൊക്കെ ഉണ്ട്, മതബോധന വളർച്ച കാണാം. 6ാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗിസം പുസ്തകങ്ങൾ ഉണ്ടായി തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. കാറ്റഗിസം പുസ്തകങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. വിശ്വാസ സത്യങ്ങളുടെ, വിശ്വാസ രഹസ്യങ്ങളുടെ എതിർപ്പുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ എതിർപ്പുകൾക്കെതിരായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വിശ്വാസ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾക്ക് അവതരിപ്പിച്ചുള്ള പുതിയ പുസ്തകങ്ങളൊക്കെ വരെ ഉണ്ടായി. പ്രോട്ടസ്റ്റന്റ് കാലഘട്ടമൊക്കെ ഈ രംഗത്ത് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആ എതിർപ്പുകളൊക്കെ എതിരായിട്ട് എഴുതുന്ന പ്രവണതയൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ട്രെൻഡ് കൗൺസിലിന്റെ കാലഘട്ടം 16-ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർട്ടിൻ ലൂതറിന്റെ ഫസ്റ്റ് കാറ്റഗിസം 1529 വരുന്നുണ്ട്. ഇങ്ങനെ കൂടാതെ നമുക്ക് കാണാൻ സാധിക്കും കോൺഫ്രറ്റേണിറ്റി ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, ക്രിസ്ത്യൻ ഡോക്ട്രിൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, കോൺഫ്രറ്റേണിറ്റി, ഒരുമിച്ച് കൂടുന്ന ഒക്കെ, അതൊക്കെ അതിനകത്ത് വരുന്നതൊക്കെ നമ്മൾ 6ാമത്തെ സ്റ്റേജിലാണ് കാണുന്നത്. 7ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. 17-ാം നൂറ്റാണ്ടിലെ മതബോധന രംഗം നോക്കുമ്പോൾ കൂടുതൽ ഈ മെത്തഡോളജിയെ പറ്റിയാണ് പറഞ്ഞത്. എങ്ങനെയാ പഠിപ്പിക്കാൻ ഏതെല്ലാം മാർഗങ്ങളാ, പിന്നെ അതേപ്പറ്റി കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. 8ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ എൻലൈറ്റൻമെന്റ് പീരീഡിൽ നവോത്ഥാനത്തിന്റെ സമയത്തിലേക്ക് വരുമ്പോഴത്തേക്കുള്ള മതങ്ങളാണ്. അപ്പൊ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. 9ആയിട്ട് നമ്മൾ കാണുന്നത് 19-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മതബോധനത്തിന്റെ റിന്യൂവലാണ് നടക്കുന്നത്, ഒരു നവീകരണം നടക്കുന്നുണ്ട് വീണ്ടും സജീവമായിട്ട്. 10ാമത്തെ സ്റ്റേജ് പറഞ്ഞ റിവൈവൽ ഓഫ് കാറ്റഗൈസിസ് ആണ്. 10ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലഘട്ടമാണ്. 10ാം പീയൂസ് മാർപ്പാപ്പയാണല്ലോ 1905 മതബോധന ഒരു പുതിയ മതബോധന ഗ്രന്ഥം ഇറക്കിയത്. നമ്മളൊക്കെ നമ്മുടെ പണ്ടൊക്കെ രൂപതകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വലിയ വേദോപദേശവും ചെറിയ വേദോപദേശവും എന്നൊക്കെ പറയുന്ന ആ ഗ്രന്ഥങ്ങളൊക്കെ 10ാം പീയൂസ് മാർപ്പാപ്പയുടെ പ്രബോധന ഫലമായിട്ടുണ്ടായതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്നതാണ് ഈ 20-21 നൂറ്റാണ്ടുകളിൽ മതബോധനത്തിന് വലിയ ഒരു എടുത്തുചാട്ടം നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ആരംഭം മുതൽ ഈ അവസാനം ഈ മോത്തു പ്രോപ്രിയ ഇറക്കുന്നത് വരെയും സഭ എപ്പോഴും മതബോധനത്തിന്റെ കാര്യത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല, എപ്പോഴും ഉണ്ടായിരുന്നു. പടിപടിയായിട്ട് വളർന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾക്കറിയാം 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും 2ാം വത്തിക്കാൻ കൗൺസിലാണ്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ഒരു കാലഘട്ടം നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് 12ാം പീയൂസ് മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്, ചാക്രിക ലേഖനമാണ് ഡിവീനോ അഫ്ലാന്തെ സ്പിരിത്തു. 1953 ഇറങ്ങിയ ഡിവീനോ അഫ്ലാന്തെ സ്പിരിത്തു എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനം ഒത്തിരി സ്വാധീനങ്ങൾ ചെലുത്തിയുണ്ടായി ദൈവശാസ്ത്ര രംഗത്തും ബൈബിൾ പഠന രംഗത്തും ഒക്കെ ആയിട്ട്. പലരും പറയുന്നുണ്ട് ഈ ചാക്രിക ലേഖനമാണ്
രണ്ടാം വത്തിക്കാൻ കൗൺസിലിലേക്ക് തന്നെ വഴിതെളിച്ചത് എന്ന് പറയാറുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മതബോധനത്തെ പറ്റി പ്രത്യേക ഒരു പ്രമാണരേഖ നമ്മൾ കാണുകയില്ല. അങ്ങനെ ഒരു സ്കേമ കൊണ്ടുവന്നിരുന്നെങ്കിലും അത് പിന്നീട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 16 പ്രമാണ രേഖകളിൽ 13 എണ്ണത്തിലും മതബോധനത്തെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുക ചെയ്യുന്നു. 16 പ്രമാണ രേഖകളിൽ 13 എണ്ണത്തിലും മതബോധനത്തെ പറ്റി പറയും. വത്തിക്കാൻ കൗൺസിൽ കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ലോകമെമ്പാടും പ്രത്യേകിച്ച് മതബോധന രംഗത്ത് വലിയ ഒരു നവീകരണം, ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിലും മതബോധന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. നമുക്ക് ഭാരതത്തിലെ ബാംഗ്ലൂരിലുള്ള നാഷണൽ ബിബ്ലിക്കൽ കാറ്റഗറ്റിക്കൽ സെന്റർ, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ POC 1968 POC തുടങ്ങുന്നത്. ഇതെല്ലാം ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം നടക്കുകയാണ്. ഒത്തിരിയേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠനത്തിന് വേണ്ടി. മറ്റൊരു ഡെവലപ്മെന്റ് നമ്മൾ ഉടനെ കാണുന്നത് ജനറൽ കാറ്റഗറ്റിക്കൽ ഡയറക്ടറി 1971 പ്രസിദ്ധപ്പെടുത്തിയുണ്ടായി മാർപ്പാപ്പ. അപ്പൊ അത് മതബോധനത്തിൽ വലിയൊരു വലിയൊരു ഊന്നൽ കൊടുക്കുകയായിരുന്നു. മതബോധന ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ അത് ആ ഡയറക്ടറി കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ 1977 ഒരു സിനഡ് തന്നെ ഈ മതബോധനത്തെ പറ്റി നടക്കുകയുണ്ടായി. മതബോധനം പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും കുട്ടികളെയും ശ്രദ്ധിക്കായിട്ടുള്ള മതബോധനം എന്ന ആ സിനഡാണ് 1977. ആ സിനഡിന്റെ ഫലമായിട്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പുറപ്പെടുവിച്ച 1979 ഒക്ടോബർ 16 പുറപ്പെടുവിച്ച മതബോധനം ഇന്ന് എന്ന് പറയുന്ന ചാക്രിക ലേഖനം. അത് മതബോധനത്തിന്റെ ഒരു മാഗ്ന കാർട്ട എന്ന് പറയാം. ഇന്നും മതബോധനത്തിന്റെ ഏറ്റവും ഔദ്യോഗിക രേഖയായിട്ട് നിൽക്കുന്ന ആ ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്. തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് 1992 സാർവത്രിക മതബോധന കേന്ദ്രമാണ്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ, കാര്യത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ഈ മതബോധനം ഇന്നും നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുകയാണ്. ഇതൊക്കെ അതിന്റെ വളർച്ചയുടെ സൂചനകളാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ ആദ്യത്തെ കാറ്റഗറ്റിക്കൽ ഡയറക്ടറി കഴിഞ്ഞ് നമ്മൾ കാണും ജനറൽ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ്. ജനറൽ ഡയറക്ടറി 1997. വീണ്ടും 2011 യുകാറ്റ് എന്ന യുവജന മതബോധന കേന്ദ്രം വരുന്നുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പയുടെയാണ്, മാർച്ച് 25, 2011. കൂടാതെ നമുക്കറിയാൻ സാധിക്കും സിനഡൽ കമ്മീഷൻ ഫോർ കാറ്റഗറ്റിക്സ്. ഉദാഹരണത്തിന് 2013 ഒരു കോൾ ആൻഡ് റെസ്പോൺസ് കാറ്റഗറ്റിക് ഡയറക്ടറി ഓഫ് സീറോ മലബാർ ചർച്ച്. നമ്മുടെ സഭ തന്നെയും മതബോധനത്തെ പറ്റി ഒരു ഡയറക്ടറി പുറപ്പെടുവിക്കുകയുണ്ടായി, കാറ്റഗറ്റിക് ഡയറക്ടറി ഓഫ് സീറോ മലബാർ ചർച്ച്. അതിന്റെ പേര് കോൾ ആൻഡ് റെസ്പോൺസ് എന്നാണ് 2013. പിന്നീട് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ലാറ്റിൻ സഭ, ഭാരതത്തിലെ ലത്തീൻ സഭ CCBIയുടെ നേതൃത്വത്തിൽ 2013 ഒരു ഡയറക്ടറി ഇറങ്ങി, കാറ്റഗറ്റിക്കൽ ഡയറക്ടറി ഓഫ് ദ ലാറ്റിൻ റൈറ്റ് ഇൻ ഇന്ത്യ. അതിന്റെ പേര് ദ ഫെയ്ത്ത് ഓഫ് അവർ പിൽഗ്രിം പീപ്പിൾ എന്നാണ്. ഫോസ്റ്ററിങ് ദ ഫെയ്ത്ത് ഓഫ് അവർ പിൽഗ്രിം പീപ്പിൾ. വീണ്ടും അവസാനമായിട്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് പരിശുദ്ധ പിതാവ് ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡയറക്ടറി ഫോർ കാറ്റഗൈസിസ് ഇറക്കി 2020. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന ഇങ്ങനെ പടിപടിയായിട്ട് ഈ ഒരു മേഖല ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് കാണും. ഏറ്റവും അവസാനം അന്ത്യക്യവും മിനിസ്റ്റേരിയം എന്ന് പറയുന്ന ഈ മിനിസ്ട്രി ഓഫ് കാറ്റഗിസത്തിന്റെ ആ സംവിധാനത്തിന്റെ സ്ഥാപനമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിലൂടെയെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് സഭ എത്രമാത്രം മതബോധന കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന കാര്യമാണ്. കർത്താവ് ഈശോയെ പകരുന്നതിൽ, യേശുവിന് സന്ദേശം കൊടുക്കുന്നതിൽ മതബോധനത്തിന്റെ അന്തസ്സത്ത് അടങ്ങിയിരിക്കുന്നതും കർത്താവിന് നൽകുന്നതിലാണ്. തത്വങ്ങൾ പഠിപ്പിക്കുന്നതിലും ഒന്നും അല്ല. അതുണ്ട്, വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ എന്ന വ്യക്തിയെ നൽകുക, ഈശോയുടെ പ്രവർത്തനങ്ങൾ നൽകുക, അതാണ് മതബോധനത്തിന്റെ വിശ്വാസ പരിശീലനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു ചരിത്രം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. വിശ്വാസ പരിശീലനത്തിന്റെ ചരിത്ര പാരമ്പര്യം വളരെ വ്യക്തമായി നമ്മൾ കേട്ടു. അപ്പസ്തോലിക കാലം മുതൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിലൂടെ പടിപടിയായി വളരുന്ന മതബോധന രീതികൾ നമ്മൾക്ക് പറഞ്ഞു തന്ന പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും ആദരവും അർപ്പിക്കുന്നു.
ഒരു അപ്പസ്തോലിക ലേഖനം അവലോകനം ചെയ്യാൻ നമ്മുടെ തലശ്ശേരി അതിരൂപത സഹായം മെത്രാൻ മാർ ജോസഫ് പമ്പ്ളാനിയുടെ സാന്നിധ്യമുള്ളപ്പോൾ അതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. ഏറ്റവും സങ്കീർണമായ കാര്യങ്ങൾ പോലും നർമ്മവും കഥകളും പാണ്ഡിത്യവും ചേരുംപടി ചേരുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ പിതാവിനുള്ള കഴിവ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആൽഫയിൽ MTH ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് ഞാനും അത് വ്യക്തിപരമായി തന്നെ അറിഞ്ഞു. കേരള സഭയിലെ ദൈവശാസ്ത്രത്തിന്റെ ഒരു പ്രമുഖ മുഖമായ പിതാവ് മാർ ജോസഫ് പമ്പ്ളാനിയെ ആന്റിക്കും മിനിസ്റ്റീരിയം എന്ന അപ്പസ്തോലിക ലേഖനം വിശകലനം ചെയ്യാൻ ശ്രമിക്കും. അഭിനന്ദ പിതാക്കന്മാരെ, ആദരണീയരായ വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇപ്രകാരം ഒരു വെബിനാറിൽ നമ്മൾ ഈ രാത്രി വൈകി നമ്മുടെ ടൈം ഷെഡ്യൂൾ അല്പം പുറകിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ചുകൊള്ളാം. ഇത് വളരെ ചെറിയൊരു ഡോക്യുമെന്റ് ആണ്. പരിശുദ്ധ പിതാവിന്റെ മോത്തു പ്രോപ്രിയോ അന്തിക്കും മിനിസ്റ്റേരിയും എന്നുള്ളത് വളരെ ചെറിയൊരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ്. അഭിവന്ദി ഞരളക്കാട്ട് പിതാവും മേൽവെട്ട് അച്ഛനും ഒക്കെ ഈ മതബോധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഈ മോത്തു പ്രോപ്രിയയുടെ സാങ്കത്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു എന്നുള്ളതിനാൽ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. മറിച്ച് ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാം ഒരു പവർ പോയിന്റിലൂടെ. അപ്പം വളരെ എളുപ്പമായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരാണിക ശുശ്രൂഷ അഥവാ അന്റിക്കും മിനിസ്റ്റേരിയും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു മാർപ്പാപ്പ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, മാർപ്പാപ്പ എന്തോ ഒരു പുതിയ കാര്യം ചെയ്തു എന്നാരും വിചാരിക്കേണ്ട. ഇത് അച്ഛന്മാർക്ക് പകരം കുറെ അൽമായരെ സഭയുടെ പ്രബോധകരാക്കി മാറ്റുന്നതുമല്ല. ഇത് സഭയുടെ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യമായിരുന്നു എന്ന പണ്ട് മുതലേ ഉള്ളൊരു കാര്യമായിരുന്നു. ഇതാണ് മാർപ്പാപ്പ പറയുന്നത്. സഭയുടെ ഏറ്റവും പൗരാണിക ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണം. ആ സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരു വഴി, അതാണ് മാർപ്പാപ്പ ഇവിടെ ലക്ഷ്യം വയ്ക്കുക. മാർപ്പാപ്പായുടെ ഈ ഒരു മോത്തു പ്രോപ്രിയോ മനസ്സിലാകണമെങ്കിൽ മാർപ്പാപ്പായുടെ ഒരു സഭാ ദർശനമുണ്ട്. ആ സഭാ ദർശനത്തിന്റെ വെളിച്ചത്തിലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. മാർപ്പാപ്പ പറയുന്ന സഭ സൂനഹദോസാണ്. സൂനഹദോസ് എന്ന് പറഞ്ഞാൽ സുൻ ഹോദോസ്, ഒരുമിച്ച് ഒരേ വഴിയിൽ യാത്ര ചെയ്യുന്നവർ. അതാണ് മാർപ്പാപ്പായുടെ സഭാദർശനം. എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാ. ഒരു വഴിയിലെ യാത്രക്കാരുടെ ഇടയിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല, കൂടുതൽ മുമ്പോട്ട് പോയവരും പുറകോട്ട് പോയവരും ഇല്ല. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് എന്നുള്ള സത്യം. അതുകൊണ്ട് നമുക്ക് പരസ്പരം സഹായങ്ങൾ ആവശ്യമുണ്ട്, പരസ്പരം കരുതൽ ആവശ്യമുണ്ട്. ഈ സുവിശേഷ ശുശ്രൂഷ എന്ന് പറയുന്നത് അച്ഛന്മാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മാർപ്പാപ്പായ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മെത്രാന്മാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സഭ മുഴുവനായി അത് മാർപ്പാപ്പായുടെ ഒരു വലിയ ഊന്നലാണ് എന്ന് നമുക്കറിയാം. രണ്ടാമതായി മാർപ്പാപ്പ പറയുന്നത് അൽമായരെ സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ സഭ എന്ന് പറയുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സും മെത്രാന്മാരും അങ്ങോട്ട് ചേർന്നാലാണ് സഭ എന്നൊരു ധാരണ നിങ്ങൾക്കാർക്കും ഇല്ല എങ്കിലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെയുണ്ട്. സഭ എന്ന് പറയുമ്പോഴേ ഉടനെ അച്ഛൻ, മെത്രാൻ, സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. സാധാരണ ജനങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ സഭ എന്നതാണ് ചെയ്തിട്ടുള്ളത് എന്ന്. ഇന്ന് വൈകുന്നേരത്തെ ഒരു വെബിനാറിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഒരു ചങ്ങനാശ്ശേരിക്കാരനായ ഒരു യുവാവിനോട് ചോദിച്ചത്, ഞങ്ങളെ ഈ കോവിഡ് കാലത്ത് സഭയല്ലേ കൈവിട്ടത്, കൂദാശകളൊന്നും തരാതെ എന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന സഭ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാരും മെത്രാന്മാരും എന്നുള്ള അർത്ഥത്തിലാണ് ആ കൊച്ചൻ അതിനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാർപ്പാപ്പ ആമസോണിയ സിനഡ് വളരെ വിവാദങ്ങൾക്ക് കാരണമായ ഒരു സിനഡാണ്. മാർപ്പാപ്പ വിവാദമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അതിന്റെ പേരിൽ കുറെ ആളുകൾ വിവാദം ഉണ്ടാക്കി. ആ സിനഡിൽ മാർപ്പാപ്പ പറഞ്ഞ ഒരു വലിയ നിർദ്ദേശമാണ് അൽമായർക്ക് സഭയിൽ കുറെ കൂടി വിപുലമായ ശുശ്രൂഷകൾ അനുവദിക്കണം എന്നുള്ളത്.
അത് പാപ്പായുടെ അൽമായർക്ക് പൗരോഹിത്യം കൊടുക്കുന്നതിനെ കുറിച്ച്, വിവാഹം കഴിഞ്ഞ് മറ്റ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നവർക്ക് പട്ടം കൊടുക്കാവോ എന്നുള്ളൊരു വലിയ ചർച്ച ആമസോണിയായിൽ നടന്നു എന്നും അത് വേണ്ട എന്നും തൽക്കാലം തീരുമാനിച്ചു എന്നും നമുക്കറിയാവുന്ന. പക്ഷേ മാർപ്പാപ്പ ആമസോണിയ എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് പട്ടം കൊടുത്തില്ലേലും അൽമായർക്ക് കുറെ കൂടി ആക്റ്റീവ് റോള് സഭയിൽ കൊടുക്കണം എന്നൊരാശയം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെക്തോർ, അക്കോളൈറ്റ് പട്ടങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ പൗരസ്ത്യ സഭകളിൽ അതിന് നേരെ തുല്യം എന്ന് പറയുന്ന പട്ടങ്ങളില്ല എങ്കിൽ പോലും വായനക്കാരന്റെ പട്ടം, സുവിശേഷം വായിക്കുന്ന ലേഖനങ്ങൾ വായിക്കുന്ന പട്ടങ്ങൾ, അക്കോളൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കാൻ അധികാരം കൊടുക്കുന്ന പട്ടങ്ങളാണ്. ഈ പട്ടങ്ങൾ സ്ത്രീകൾക്കും നൽകാം എന്ന് പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശം 2020 വന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ, അതായത് ഇതൊരു ഫ്രാൻസിസ് പാപ്പായുടെ ഒരു അൽമായ പ്രാധാന്യമുള്ള സഭ എന്നുള്ള ദർശനത്തിന്റെ തുടർച്ചയായിട്ട് ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഭയില് 30 ലക്ഷം കാറ്റക്കിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് 2019 ഡയറക്ടറി അനുസരിച്ച്. നിങ്ങളിലെ മതാധ്യാപകരെയൊക്കെ കാറ്റക്കിസ്റ്റുകൾ എന്ന് തന്നെ വിളിക്കാം. അതൊരു മിനിസ്ട്രിയായി ഔദ്യോഗികമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ അത് തന്നെയാണ്. മാർപ്പാപ്പ ഇവിടെ പറയുന്ന ബൈബിളിൽ ഈ ശുശ്രൂഷയുണ്ട്, കാറ്റക്കിസ്റ്റിന്റെ ശുശ്രൂഷയുണ്ട്. ഇതിനെ മതാധ്യാപകർ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു കടുങ്കൈയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സുവിശേഷത്തിന്റെ ബൈബിളിന്റെ രീതി അനുസരിച്ച് പ്രബോധകർ എന്നുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും ഇത് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. കാരണം പ്രബോധിപ്പിക്കുന്നവരാണ്, പെഡഗ ആണ് അവര്, അതായത് അവര് പഠിപ്പിക്കുന്നവരാണ്. അത് അധ്യാപകർ എന്നുള്ളതിനേക്കാൾ ഉപരി അതിനകത്തൊരു കെരിഗ്മാറ്റിക് എലമെന്റിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇതിന്റെ കൃത്യമായ കാറ്റക്കിസ്റ്റിന്റെ മലയാളം ട്രാൻസ്ലേഷൻ മതാധ്യാപകൻ എന്നാകുന്നതിനേക്കാളും കൂടുതൽ പ്രബോധകൻ എന്നുള്ളതാകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറയുന്ന തെയോഫിലോസ് അപ്രകാരം ഒരു പ്രബോധകനായിരുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പ്രബോധന വരം സിദ്ധിച്ച വിശ്വാസികളെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തില് പ്രബോധകന്റെ ജീവിത മാതൃകയുടെ പ്രാധാന്യം അപ്പസ്തോലൻ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് സഭയിലെ ഒരു അടിസ്ഥാനപരമായ ശുശ്രൂഷ തന്നെയാണ്. സഭാഗാത്രത്തിലെ വിവിധ ശുശ്രൂഷകളാണിത്. ആ ശുശ്രൂഷ ദിയാക്കോണിയാണ്. ഇതെല്ലാം സഭയിലെ പടുത്തുയർത്തുന്ന ശുശ്രൂഷകളാണ്. കാരണം ഒരേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം. മാർപ്പാപ്പ പറയുന്നത് പാപ്പായായ ഫ്രാൻസിസ് മാർപ്പാപ്പായെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് കർദിനാളന്മാരെ നയിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ് മെത്രാന്മാരെ നയിക്കുന്നത്, അതേ പരിശുദ്ധാത്മാവാണ് വൈദികരെ നയിക്കുന്നത്, അതേ പരിശുദ്ധാത്മാവാണ് ഡീക്കന്മാരെ നയിക്കുന്ന, അതേ പരിശുദ്ധാത്മാവാണ് സഭയിലെ വിവിധ ശുശ്രൂഷകരെ, ഈ കാറ്റക്കിസ്റ്റ് ഉൾപ്പെടെയുള്ള ശുശ്രൂഷകരെ നയിക്കുന്നു. എല്ലാവരിലൂടെയും പ്രവർത്തന നിരതമാകുന്നത് ഒരേ ആത്മാവാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പരിശുദ്ധ പിതാവ് കൂടുതൽ കൃത്യതയോടെ നമ്മളോട് സംസാരിക്കും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സഭാപ്രബോധനങ്ങളില് ഇതേക്കുറിച്ചുള്ള സൂചനകൾ എന്താണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സഭാപ്രബോധനങ്ങളിലെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് കാനൻ നിയമത്തിൽ CIC എന്ന് പറഞ്ഞ ലത്തീൻ സഭയുടെ കാനൻ നിയമം, അതുപോലെ പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമത്തിന്റെ 401, നമ്മുടെ കാനൻ നിയമമാണ് CCEO എന്ന് നിങ്ങൾക്കറിയാം. 401, 406, 618 കാനൻ നിയമങ്ങളിൽ ഇതിനെക്കുറിച്ച് സൂചനയുണ്ട്. അതുപോലെ തന്നെ പോളാറാമൻ മാർപ്പാപ്പായുടെ മിനിസ്റ്റേരിയ ക്വേദം, ഈ ശുശ്രൂഷ പരിശുദ്ധ പിതാവ് അന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. എവഞ്ചേലി നുൻഷ്യാന്തിയില് പരിശുദ്ധ പിതാവ് പോളാറാമൻ മാർപ്പാപ്പ തന്നെ ഇത് വിശുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഈ ശുശ്രൂഷ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ നടത്തിയ ഒരു കണ്ടുപിടുത്തമല്ല, മറിച്ച് ഈ പറയുന്ന സംവിധാനം സഭയില് എനിക്ക് മുമ്പുള്ള മാർപ്പാപ്പമാര് നടപ്പിൽ വരുത്താൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ് എന്ന് തന്നെയാണ് മാർപ്പാപ്പ സൂചിപ്പിക്കുക. ഇനി പ്രബോധകന്റെ ശുശ്രൂഷയെ കുറിച്ച് പാപ്പ പറയുന്നത് ഇതൊരു ദൈവവിളിയാണ്. അച്ഛനാകാനും സമർപ്പിതയാകാനും വേണ്ടി ദൈവവിളി ഉള്ളതുപോലെ തന്നെ ഈ ഒരു പ്രബോധനകൻ ആകുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ദൈവവിളിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കാതെ, അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഏതാനും ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾ മതാധ്യാപകരായി, അതുകൊണ്ട് ഞാൻ കാറ്റക്കിസ്റ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു, അതുകൊണ്ട് ഞാൻ കാറ്റക്കിസ്റ്റ് ആയി തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ദർ ഈസ് എ ഡിവൈൻ കോൾ ബിഹൈൻഡ് ഇറ്റ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാറ്റക്കിസ്റ്റിന്റെ മിനിസ്ട്രിയും ഒരു മതാധ്യാപകനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മ പ്രചോദനം ഉണ്ടാവണം, എന്നെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. വികാരിച്ചന്റെ വിളിയെ കുറിച്ചല്ല ഇവിടെ പറയുക, ദൈവവിളിയെ കുറിച്ചാണ്. അതായത് വികാരിച്ചൻ വിളിച്ചു, എനിക്ക് താല്പര്യമില്ല, എന്നാലും നിർബന്ധ സൈ കെട്ടിട്ട് ഞാൻ കുറച്ചു കാലം പഠിപ്പിക്കാച്ച എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാറ്റക്കിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു ദൈവവിളിയാണ് എന്ന് മാർപ്പാപ്പ ഊന്നി പറയും. അതുപോലെ തന്നെ ഇത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ശരിക്കും പ്രാർത്ഥനാ ജീവിതം ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഇത് ഓരോ പ്രാദേശിക സഭയിലെയും മെത്രാന്മാർ അപ്പോഴ് ഈ പ്രാദേശിക സഭയിലെ മെത്രാന്മാരാണ് ആത്യന്തികമായി ഈ പ്രബോധന ശുശ്രൂഷയുടെ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് പരിശുദ്ധ പിതാവ് വളരെ കൃത്യമായ ഭാഷയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന ശുശ്രൂഷകളാണ് കാറ്റക്കിസ്റ്റിന്റെ എന്ന് മാർപ്പാപ്പ നിർവചിച്ചില്ല. പകരം ആ ഉത്തരവാദിത്വം ഓരോ പ്രദേശത്തെയും മെത്രാൻ സമിതിയെയും ലോക്കൽ ബിഷപ്പിനെയുമാണ് പരിശുദ്ധ പിതാവ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രബോധക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാല്, ബൈബിളിലും ദൈവശാസ്ത്രത്തിലും അജപാലന പ്രബോധന മേഖലകളിലും ശാസ്ത്രീയ പരിശീലനം വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ല, ഇത് ശരിയായ പഠനം വേണം. എന്ന് പറഞ്ഞാൽ വൈദികരാകാൻ പഠിക്കുന്നത് പോലെ, സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്നത് പോലെ കാറ്റക്കിസ്റ്റ് ആകുന്നതിന് വളരെ നിയതമായ ഒരു പരിശീലനം വേണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് വൈദികരുടെയും ഡീക്കന്മാരുടെയും സഹപ്രവർത്തകരാണ് ഇവര് എന്നുള്ള യാഥാർത്ഥ്യം. അതൊരു കൂട്ടുത്തരവാദിത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. കാറ്റക്കിസ്റ്റാണ് ഞാൻ, അതുകൊണ്ട് ഇനി എനിക്ക് അച്ഛനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, മറ്റു ശുശ്രൂഷകരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന മട്ടിൽ ആരും പ്രവർത്തിക്കരുത്. മറിച്ച് ഇതൊരു കൂട്ടുത്തരവാദിത്വമായിട്ട് നമ്മൾ പരിഗണിക്കണം എന്നാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സഭാ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയും സമകാലികതയോടുള്ള ഉത്തരവാദിത്വവും മാർപ്പാപ്പയുടെ വളരെ ആലോചിച്ചുറപ്പിച്ച രണ്ട് പ്രസ്താവനകളാണിത്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്തത അത് പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ എൻ്റെതായ ആശയങ്ങൾ പഠിപ്പിക്കാനുള്ള വേദിയല്ല. ഇപ്പോൾ ഞർലക്കാട്ട് പിതാവ് സൂചിപ്പിച്ചതാണ്, ഈ മതബോധനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചൊരു കാര്യമല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ സഭയുടെ വിശുദ്ധ പാരമ്പര്യം എങ്ങനെ പരിരക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ചരിത്രമാണ് മതബോധനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിനോടുള്ള വിശ്വസ്തത, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക വിഷയങ്ങളോടുള്ള ഉത്തരവാദിത്വം, ഇത് രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷ അർത്ഥപൂർണമാകുന്നത് എന്ന് മനസ്സിലാക്കി. പരിശുദ്ധ പിതാവ് ഇതിന്റെ കൃത്യം നിർവചനങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഈ ഒരു സ്ലൈഡോട് ഞാൻ അവസാനിപ്പിക്കാം. കൃത്യം നിർവചനങ്ങൾ പരിശുദ്ധ പിതാവ് പറഞ്ഞില്ല എങ്കിലും 1997 പുറപ്പെടുവിച്ച
ഇവാഞ്ചലൈസേഷന് വേണ്ടി, അതിന്റെ മലയാളം എന്താണ്, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള തിരുസംഘം പുറപ്പെടുവിച്ച ഒരു പ്രബോധന രേഖ, കാറ്റക്കിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു പ്രബോധന രേഖയുണ്ട്. മാർപ്പാപ്പ ഈ രേഖ റെഫർ ചെയ്യുന്നതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ദൗത്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുക. ഒന്ന്, അക്രൈസ്തവരോട് സുവിശേഷം പ്രസംഗിക്കുക. ഈ പ്രബോധകരുടെ ദൗത്യങ്ങളാണ്. അക്രൈസ്തവരോട് സുവിശേഷം പ്രഘോഷിക്കുക, വിശ്വസിക്കുന്നവരെ പ്രവേശക കൂദാശകൾക്കായി ഒരുക്കുക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മിഷൻ രൂപതകളില് വൈദികരോട് ചേർന്ന് ഇപ്രകാരം ഓരോ ഗ്രാമങ്ങളുടെയും ചുമതല വഹിക്കുന്ന കാറ്റക്കിസ്റ്റുകളുണ്ട്. അവരാണ് വൈദികരുടെ അസാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം അതാത് പ്രദേശങ്ങളിൽ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. സമാനമായ ഒരു ദൗത്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നവരെ മതബോധനം അഭ്യസിപ്പിക്കുക. അതാണ് നമ്മുടെ മതാധ്യാപകർ ചെയ്യുന്ന ശുശ്രൂഷ, അതാണ് എന്ന് നമുക്കറിയാം. ആ ശുശ്രൂഷ ഇതിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രബോധക ശുശ്രൂഷയെയും അതുപോലെ മതാധ്യാപനത്തെയും ഒന്നിച്ച് ഇത് ഒന്നാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാണ് ഈ ഡോക്യുമെന്റിന്റെ സ്പിരിറ്റ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള വാർഡ് പ്രാർത്ഥനകൾക്ക്, കുടുംബ കൂട്ടായ്മകൾക്ക്, സമൂഹ പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിക്കുക. അതായത് വൈദികരില്ലാത്ത സ്ഥലങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ അതിന്റെ പ്രസക്തി ഇല്ല, വൈദികരില്ലാത്ത സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷ നടത്തി തിരുവചനം വായിച്ചത് വ്യാഖ്യാനിച്ച ശേഷം പിന്നെ കുർബാന സ്വീകരണത്തിന് ആളുകളെ ഒരുക്കി വിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ഈ കാറ്റഗിസ്റ്റുകൾക്ക് ഈ ഡോക്യുമെന്റ് നൽകുന്നുണ്ട്. കേരളത്തിൽ വൈദികരുടെ അഭാവത്തിന് പ്രശ്നമില്ലാത്തത് കൊണ്ട് ഇത് അതേപടി നടത്തേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. രോഗികളെ സഹായിക്കുക, ആവശ്യമുള്ളപ്പോൾ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക, ഇതൊക്കെ കാറ്റഗിസ്റ്റുകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്ന അധികാരങ്ങളാണ്. ഇതെല്ലാം വൈദികരുടെ അസാന്നിധ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വൈദികരില്ലാത്ത സ്ഥലങ്ങളിൽ മിഷൻ കോണ്ടെക്സ്റ്റിലാണ് ഈ ശുശ്രൂഷകൾ അനുവദിച്ചിരിക്കുന്നത്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിനെ നയിക്കുക, ജീവകാരുണ്യത്തിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്താനും അവരുടെ അടുക്കൽ അത് എത്തിച്ചു കൊടുക്കാനുമുള്ള മധ്യസ്ഥരായി വർത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദൗത്യം കൂടി, മനുഷ്യ നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന മേഖലകളിൽ ഇടപെടുക. വൈദികർക്ക് നേരിട്ട് ഇതിൽ പങ്കെടുക്കാവോ, ഇലക്ഷനിൽ മത്സരിക്കാവോ എന്ന് ചോദിച്ചാൽ പറ്റിയാൽ, അതേസമയം ഈ കാറ്റഗിസ്റ്റുകള് ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സുവിശേഷ മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കണം എന്നാണ് ഡോക്യുമെന്റ് പറയുന്നത്. താങ്ക് യു. അപ്പസ്തോലിക ലേഖനത്തിന്റെ ഉള്ളടക്കവും ഫ്രാൻസിസ് പാപ്പായുടെ ദർശനവും അതുപോലെ സഭാ പ്രബോധനങ്ങളിലൂടെ വളരെ വിശദമായി ഒരു ഓൺലൈൻ വെബിനാറിന് വളരെ ഉതകുന്ന ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ലളിതമായി അവതരിപ്പിച്ച പ്രിയപ്പെട്ട പിതാവ് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനിക്ക് ഏറ്റവും നിറഞ്ഞ മനസ്സോടെ കൃതജ്ഞത. ഹലോ, സ്തുതിയായിരിക്കട്ടെ. എന്നായിരുന്നു പിതാവ് അൺമ്യൂട്ടാ. പിതാവിന് വേറെ ഫോൺ വന്ന അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞു പിതാവ്. അടുത്ത കാര്യം നിങ്ങൾ ചെയ്തോ. നാം വിശ്വാസ പരിശീലനത്തിന്റെ ചരിത്രം കണ്ടു. പക്ഷെ ഏത് ചരിത്ര പാരമ്പര്യത്തിനും ഒരു ആധുനികവും കാലികവുമായ അവതരണമുണ്ട്. സഭയിലെ ഏത് ശുശ്രൂഷയ്ക്കും വിഭിന്ന രൂപങ്ങളും ഭാവങ്ങളുമുണ്ട്. വിശ്വാസ പരിശീലനത്തിന്റെ കാര്യത്തിൽ ഈ ആനുകാലിക അവതരണങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ എന്തെന്നറിയുക വളരെ പ്രധാനമാണ്. ഇവയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എത്തുന്നത് ചെറുപ്പവും ആനുകാലികതയും പാണ്ഡിത്യവും ഒത്തുചേർന്നിരിക്കുന്ന ഫാദർ ഡോക്ടർ ടോം ഓലിക്കരോട്ട് അച്ഛനാണ്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാക്കന്മാരെ, ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടച്ചൻ, ഫിലിപ്പ് കവീലച്ചൻ, ജേക്കബ് ബെണ്ണായിപ്പള്ളിലച്ചൻ, മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
അഭിയന്ത പിതാക്കന്മാർ ഞരളക്കാട്ട് പിതാവും പാമ്പളാനി പിതാവും അവരുടെ ക്ലാസ്സുകളിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചു, പരിശുദ്ധ പിതാവ് ഈ ഒരു അപ്പസ്തോലിക ലേഖനത്തിലൂടെ പുതിയ ഒരു കാര്യത്തിന്റെ ആവിഷ്കാരം നടത്തുക എന്നുള്ളതല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ കൈമാറ്റത്തിന്റെ രീതിശാസ്ത്രങ്ങളെ കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും അതിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് പര്യാലോചിക്കാനുമുള്ള ഒരു കാലികമായ ക്ഷണമാണ് ഈ ലേഖനത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്ന ഒരു വിഷയമാണ് എത്ര കാര്യക്ഷമമായി കൃത്യമായി ഇവിടെ നടക്കുന്നു എന്ന് പര്യാലോചിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൽ വിശിഷ്യ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വിശ്വാസ ത്യാഗത്തിന്റെ അഥവാ അപ്പോസ്റ്റസിയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലെ സഭ നേരിടുന്ന ഈ കാലഘട്ടങ്ങളിൽ നേരിടുന്ന ഒരു വിശ്വാസ ത്യാഗത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, നമുക്ക് പലതരത്തിൽ ലവ് ജിഹാദ് പോലെയുള്ള പ്രതിസന്ധികളിലൂടെ, അതല്ലെങ്കിൽ സെക്റ്റുകളുടെ വളരെ മാരകമായ എംപറർ എമ്മാനുവൽ അടക്കമുള്ള ഈ അടുത്ത കാലങ്ങളിൽ അന്ത്യകാലങ്ങളെ കുറിച്ചുള്ള അബദ്ധ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന സെക്റ്റുകളുടെ ആവിർഭാവത്തിലൂടെ സത്യവിശ്വാസം ത്യജിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നാളിതുവരെ നമ്മൾ ചെയ്തുകൊണ്ടുവരിക്കുന്ന മതബോധനത്തിൽ, അതിന്റെ ബോധന ശാസ്ത്രത്തിൽ നമ്മൾ എന്തോരം കാലികമാകണം, അതിന്റെ കാര്യക്ഷമതയെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഞാൻ വളരെ സംയുക്തമായ ചുരുക്കത്തിൽ ഈ ഒരു ആധുനിക കാലത്ത് നമ്മുടെ മതബോധന രീതിക്ക് അവലംബിക്കാവുന്ന ബോധന ശാസ്ത്രങ്ങൾ, അതിന്റെ ചില ആധുനിക രൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബോധന ശാസ്ത്രം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പെഡഗജി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പെഡഗജി എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ഉൾത്തിരിഞ്ഞതാണ്. അത് പെഡഗോഗോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. പെഡഗോഗോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് റോമൻ സാഹചര്യങ്ങളിൽ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് വരെ ഏതാണ്ട് അടിമകൾക്ക് തുല്യരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അവരുടെ പരിശീലനം, അവരെ അധ്യാപകന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഈ ചുമതല ഏറ്റിരുന്നത് ആ വീട്ടിലെ ഭൃത്യന്മാരിൽ, സെർവൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. ആ ആളുടെ പേരായിരുന്നു പെഡഗോഗോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് റോമൻ സാഹചര്യങ്ങളിൽ. ഇത് രണ്ടു വാക്കുകൾ ചേർന്നതാണ്. പെഡഗോഗോസ് എന്നത് പൈദോസ്, ആഗാഗോസ് എന്ന രണ്ടു വാക്കുകളാണ്. പൈദോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ ശിശു, ബോയ് എന്നാണ് അർത്ഥം. ആഗാഗോസ് എന്ന് പറഞ്ഞാൽ ടു ലീഡ്, നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയെ അധ്യാപകന്റെ അടുത്തേക്ക് നയിക്കാനായി സവിശേഷമായി ചുമതലപ്പെടുത്തിയ ഭൃത്യന്റെ പേരാണ് പെഡഗോഗോസ്. അതിൽ നിന്നാണ് പെഡഗജി എന്ന് പറഞ്ഞ വാക്ക്, ബോധന ശാസ്ത്രം, അധ്യാപന രീതി എന്നുള്ള അർത്ഥത്തിൽ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിൽ ആവിർഭവിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിന് ചേർന്ന ചില ആധുനികമായ ബോധന ശാസ്ത്രങ്ങളെ കുറിച്ചാണ്. ഏതാണ് ഈ കാലഘട്ടത്തിന് പറ്റിയ, ഇന്ന് വിശ്വാസം നേരിടുന്ന വെല്ലുവിളികളെ, വിശ്വാസ ത്യാഗത്തെ, വിശ്വാസ നഷ്ടത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ചില ബോധന രീതികൾ ഏതാണ്? 3 ബോധന രീതികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൽ ആദ്യത്തേത്, ഈ ഒരു വിഷയത്തിൽ ആരംഭത്തിലെ പറയാനുള്ളത്, സഭ മൈലുകൾക്ക് മുൻപേ ആണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ പരിശീലകരോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളോ സമൂഹമോ തിരിച്ചറിയുന്നില്ല സഭ എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ഈ വിശ്വാസ പരിശീലനത്തിന്റെ ബോധന രീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളെക്കാൾ ഏറെ അഡ്വാൻസ്ഡ് ആണ് ദൈവം തന്നെയും. അപ്പൊ ഞാനത് പറഞ്ഞു വരുന്നത്, ഇതിൽ ആദ്യത്തെ ബോധന രീതി എന്ന് പറയുന്നത് ഡിവൈൻ പെഡഗജി എന്നാണ് അറിയപ്പെടുന്നത്. ഡിവൈൻ പെഡഗജി എന്ന് പറയും. ഇതിന് ആ ബോധന രീതിയുടെ പ്രത്യേകത, ദൈവം ഈ മനുഷ്യവംശത്തോട് സംവദിച്ച രീതിശാസ്ത്രത്തിന്റെ പേരാണ് ഡിവൈൻ പെഡഗജി എന്ന് പറഞ്ഞത്. ദൈവം മനുഷ്യവംശത്തോട് സംസാരിച്ച, മനുഷ്യനെ ദൈവം പഠിപ്പിച്ച ഒരു രീതിശാസ്ത്രമാണ്. ഈ ഡിവൈൻ പെഡഗജിയുടെ, ദൈവം നമ്മളോട് സംവദിച്ച രീതിശാസ്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഈ ഒരു സൂചന, ഡിവൈൻ പെഡഗജിയെ കുറിച്ചുള്ള സൂചന സഭാപിതാക്കന്മാരിൽ വിശുദ്ധ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, അതുപോലെ വിശുദ്ധ ഇരണേവൂസ്, ഇവരുടെ രചനകളിൽ ദൈവത്തിന്റെ ബോധന ശാസ്ത്രം എന്നാണ് ഡിവൈൻ പെഡഗജി ഇവർ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവെർബും എന്ന പ്രമാണരേഖയുടെ 13 മുതൽ 15 വരെയുള്ള ഖണ്ഡികകളിൽ, അതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സിനഡാനന്തര പ്രബോധന രേഖ കാറ്റക്കേസി ത്രദേന്തെ എന്ന് പറയുന്ന പ്രബോധന രേഖയിലും, അതുപോലെ ജനറൽ ഡയറക്ടറി ഓഫ് കാറ്റഗിസം 1998 പ്രസിദ്ധീകരിച്ചതിലുമെല്ലാം ഈ ഡിവൈൻ പെഡഗജിയുടെ പ്രത്യേകത പറയുന്നുണ്ട്. ഇതിൽ 3 കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് അഡാപ്റ്റേഷൻ അഥവാ താതാത്മ്യപ്പെടലാണ്. ദൈവം എങ്ങനെയാണ് മനുഷ്യവംശത്തെ രക്ഷയുടെ സന്ദേശം പഠിപ്പിച്ചത്? മനുഷ്യവംശത്തോട് താതാത്മ്യപ്പെട്ട്, മനുഷ്യനോട് താതാത്മ്യപ്പെട്ടുകൊണ്ടാണ്.
ആ താതാത്മ്യപ്പെടുത്തെയാണ് പൗലോസിന്റെ ഭാഷയിൽ കെനോസിസ്, മഹാശൂന്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു, നമ്മിൽ ഒരുവനായി മാറി എന്ന് പറയുന്നത്. ഈ താതാത്മ്യപ്പെടലാണ് എല്ലാ കാലത്തെയും മതബോധന ശുശ്രൂഷയുടെ കാര്യക്ഷമതയുടെ ഉരകല്ലെന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസ പരിശീലകർക്ക് അവരേൽപ്പെടുന്ന വിശ്വാസ കൈമാറ്റത്തിൽ കുട്ടികളോട് താതാത്മ്യപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ നമ്മുടെ ഒരു ഭാഷ തെരഞ്ഞെടുത്തു, നമ്മുടെ വേഷം തെരഞ്ഞെടുത്തു, നമ്മുടെ മാംസരൂപത്തെ തെരഞ്ഞെടുത്തു, മനുഷ്യന്റെ സ്ഥലകാല പരിമിതികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പരിതപിക്കുന്നുണ്ട് വിശ്വാസത്യാഗത്തിന്റെ കഥകളെ കുറിച്ച്, അതല്ലെങ്കിൽ ലോകത്തിൽ പല ഭാഗങ്ങളിൽ വിശ്വാസ നഷ്ടങ്ങൾ, അപ്പോസ്റ്റസികൾ സംഭവിക്കുന്നതിനെ കുറിച്ച്. നമ്മുടെ ബോധന രീതിയും നമ്മുടെ വിശ്വാസ പരിശീലകരുടെ മനോഭാവങ്ങളും ശൈലിയും ഈ താതാത്മ്യപ്പെടലിന്റെ ശൈലിയാണോ? ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ഉപയോഗിച്ച ഒരു ഡിവൈൻ പെഡഗജി നമ്മുടെ ബോധന രീതിയിൽ, സമ്പ്രദായത്തിൽ, വിശ്വാസ പരിശീലനത്തിൽ നമുക്ക് എത്രമാത്രം അപ്ലൈ ചെയ്യാൻ, പ്രായോഗികമാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുതാപരമായി ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ ആരംഭത്തിലെ പറഞ്ഞു, ദൈവം ഈ ബോധന ശാസ്ത്രത്തിൽ, പെഡഗജിയിൽ നമ്മളെക്കാൾ കാതങ്ങൾക്ക് അപ്പുറത്താണ്. ഇപ്പോഴും സഭയുടെ കാഴ്ചപ്പാട് നമ്മൾ എത്തി നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ആദ്യത്തെ കാര്യമാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു എക്ലേസിയൽ ഓർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു കുട്ടി വിശ്വാസം പരിശീലിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട വ്യക്തി എന്ന നിലയിലല്ല, മറിച്ച് ഒരു വിശ്വാസ സമൂഹത്തിന്റെ സജീവ അംഗം എന്ന നിലയിലാണ് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്ലേസിയൽ ആസ്പെക്റ്റ് ആണ് ഡിവൈൻ പെഡഗജിയുടെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഡിവൈൻ പെഡഗജി അതാ ദൈവത്തിന്റെ ബോധന രീതിയിൽ അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും അതീവമായ ഒരു സാങ്കത്യമുണ്ട് എന്നുള്ളതാണ്. ദൈവം മനുഷ്യനോട് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധനക്രമം തന്നെ നമ്മൾ അനുഭവേദ്യമാകുന്ന അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും മനുഷ്യചരിത്രത്തിലെ ദൈവാവിഷ്കാരണത്തിന്റെ അനുസ്മരണവും ആഘോഷവുമാണല്ലോ. അപ്പോൾ ഈ ബോധന രീതിയിൽ അടയാളങ്ങൾ, പ്രതീകങ്ങൾ, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മുടെ ബോധന രീതി, മതബോധന വെത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധി പലരെ സംബന്ധിച്ച് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ കാലമാണ്. പലരും പറയും ഈ ഒരു കാലത്ത് അത് വിദ്യാഭ്യാസത്തിന്റെ എഫിക്കസിയെ, അതിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് പറയും. എന്നാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഓൺലൈൻ വിദ്യാഭ്യാസ രീതികൾ, വിദൂര പാഠ്യ പദ്ധതികൾക്ക് വിദ്യാഭ്യാസ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഈ ഡിവൈൻ പെഡഗജിയാണ്. നമ്മൾ എന്താണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ക്ലാസ്സിൽ സംവദിക്കുന്ന? യഥാർത്ഥത്തിൽ ക്ലാസ് റൂമിൽ അധ്യാപകന്റെ മുമ്പിലേക്ക് വിദ്യാർത്ഥി എത്തുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത്, വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വീട്ടുമുറിയിലേക്ക് എത്തുകയാണ്. നമ്മളിവിടെ ഒരു 1000-ഓളം പേര് പങ്കെടുക്കുന്ന ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വീകരണ മുറിയിൽ, എന്റെ കമ്പ്യൂട്ടർ റൂമിലേക്ക് എത്തുകയാണ്. അഭിയന്ത്യ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷന്മാർ എന്റെ വീട്ടിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എനിക്ക് സമീപസ്ഥരാകുകയാണ്. അപ്പോൾ വിജ്ഞാനം എന്റെ മുറിയിലേക്ക് എത്തുന്നു എന്നുള്ള വലിയൊരു മാറ്റമാണ് ഇവിടെ ഡിവൈൻ പെഡഗജിയുടെ അതേ രീതിയിലാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവം എന്നോട് സംസാരിക്കാൻ മനുഷ്യന്റെ ചരിത്രത്തിലേക്ക്, എന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഡിവൈൻ പെഡഗജിയുടെ. ഇത് തന്നെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ബോധന രീതികളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും പാമ്പ്ലാനി പിതാവും കൂടെ 2 വർഷം മുമ്പ് റോമിൽ ഒരു പൊന്റിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഞങ്ങളുടെ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഫിലിയേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഡീൻ ഓഫ് സ്റ്റഡീസ് എന്ന് പിതാവിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓൺലൈനായിട്ട് തിയോളജി പഠിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് തിയോളജി മാത്രമല്ല സകല ശാസ്ത്രങ്ങളും പഠിപ്പിക്കാൻ പറ്റുമെന്ന് കോവിഡ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡിന് മുമ്പ് എനിക്കൊന്ന് 2006 മുതൽ ഈ ഡിവൈൻ പെഡഗജിയുടെ മാതൃകയിൽ തിയോളജിയെ, ദൈവശാസ്ത്രത്തെ, ബൈബിളിനെ സാധാരണ മനുഷ്യന്റെ വീട്ടുമുറികളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാലത്തെ കാറ്റഗിസത്തിൽ, വിശ്വാസ പരിശീലനത്തിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റം. ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ സ്കൂളുകളിൽ, അല്ലെ സെമിനറികളിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പോയി ദൈവശാസ്ത്രമോ ബൈബിളോ പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തവരുടെ വീട്ടുമുറികളിലേക്ക് നിത്യവചനത്തെ കൊണ്ടുവന്ന് അവർക്ക് സമീപസ്ഥനാക്കുക എന്ന് പറയുന്ന ദൈവിക നിയോഗമാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കഴിഞ്ഞ 15-ൽ പരം വർഷങ്ങളായി 10,000-കണക്കിന് മനുഷ്യർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം.
അപ്പോ ഡിവൈൻ പെഡഗജി എന്ന് പറയുന്നതാണ് മതബോധന രീതിശാസ്ത്രത്തിലെ ആദ്യത്തേത്. അതിന്റെ ആദ്യത്തെ രണ്ട് സ്ഥലങ്ങളാണ് പറഞ്ഞു. ഒന്ന്, അതിലൊരു അഡാപ്റ്റേഷൻ ഉണ്ട്. രണ്ട്, ഒരു എക്ലേസിയൽ ബിൽഡിംഗ് ഉണ്ട്. മൂന്ന്, അതിൽ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ് മുറികളിൽ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും വാക്കുകളും അക്ഷരങ്ങളും ആണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിശാലമായ ഒരു അടയാളങ്ങളുടെയും പ്രതീകങ്ങളിലൂടെയുള്ള ബോധന രീതിയുടെ പശ്ചാത്തലം നമുക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പെഡഗജിയാണ്, അല്ലെങ്കിൽ മതബോധനത്തിന്റെ ആധുനിക രീതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിവൈൻ പെഡഗജി. ദൈവം ഈ മനുഷ്യവംശത്തെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. അത് മറന്നു കളയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി എന്റെ സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ട് ഞാൻ മറ്റ് രണ്ട് കാര്യങ്ങളുടെ പേര് മാത്രം പറയാം. രണ്ടാമത്തെ ബോധന രീതിശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് കാലികമായതിനെ വിശേഷിപ്പിക്കാവുന്നത് പെഡഗജി ഓഫ് അക്കമ്പനിമെന്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സഹയാത്രയുടെ ബോധന രീതി. ഇവിടെ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ഒപ്പം നടക്കുന്ന, അവനെ കേൾക്കുന്ന, അവന്റെ സംശയങ്ങളെ അല്ലെങ്കിൽ ആകുലതകളെ, ദുഃഖത്തെ അഡ്രസ് ചെയ്യുന്ന, അത് ക്ലാരിഫൈ ചെയ്യുന്ന, കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുന്ന ഒരു സഹയാത്രികനാണ്. ഏറ്റവും മനോഹരമായ ഇതിന്റെ ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലെ എമ്മാവൂസ് ഇൻസിഡന്റ് ആണ്. ഉദ്ധിതൻ അവിടെ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ സഹയാത്രികനായിരുന്നു. കൂടെ നടന്നിട്ടാണ്, അവരുടെ ആകുലതകളെ അഡ്രസ് ചെയ്തിട്ടാണ് അവൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് തിരുവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം പകർന്നു കൊടുക്കുന്നത്. കൂടെ നടക്കാതെ എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രസക്തമായൊരു കാറ്റക്കിസം അല്ലെങ്കിൽ ഒരു വിശ്വാസ പരിശീലനം സാധ്യമാവുന്നത്? കൂടെയുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദയവും അവരുടെ ആകുലതകളും അവർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും അറിയാത്ത ഒരു വിശ്വാസ പരിശീലകൻ എങ്ങനെയാണ് ജീവിതഗന്ധിയായിട്ട് വചനത്തെ, ഈ വിശ്വാസത്തെ കൈമാറാൻ പറ്റുന്നത്? അപ്പൊ പെഡഗജി ഓഫ് അക്കമ്പനിമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. ഈ ഒരു ആശയം ക്രിസ്തു വിവിത്ത് എന്ന് പറയുന്ന സിനഡാനന്തര പ്രബോധന രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുസ് വിവിത്ത് അഥവാ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള പ്രബോധന രേഖയുടെ 244-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ഈ ഒരു ബോധന രീതിയെ ഇങ്ങനെയാണ് സ്പാനിഷ് ഭാഷയിൽ വിശേഷിപ്പിക്കുന്നത്. എൽ കമീനോ ദെ അക്കംപാഞ്ഞമെന്തോ എന്നാണ് വിളിക്കുന്നത്. സഹയാത്രയുടെ അല്ല കൂടെ നടക്കുന്ന ഒരു 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 ബോധന രീതിയാണിത്. ഇനി മൂന്നാമത്തേത് പെഡഗജി ഓഫ് വിറ്റ്നസ് എന്ന് നമുക്ക് പറയാം, സാക്ഷ്യത്തിന്റെ ബോധന രീതി. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനും പാഠപുസ്തകവും ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിന്റെ ബോധന രീതി. ഇന്ന് ഒരുപാട് പ്രബോധകർ സഭയിലുണ്ട്, പക്ഷേ പറയുന്നതും പഠിപ്പിക്കുന്നതും ജീവിതത്തിൽ മാംസം ധരിക്കുന്നവരെയാണ് കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസ പരിശീലനത്തിലെ കാലികമായ ഏറ്റവും പ്രധാനപ്പെട്ട ബോധന രീതികളിൽ ഒന്നാണ് അത് ഒരു പെഡഗജി ഓഫ് വിറ്റ്നസ്, സാക്ഷ്യത്തിന്റെ ബോധന രീതി. ഈ ഒരു ആശയമാണ് പോർത്ത ഫിദൈ അഥവാ വിശ്വാസത്തിന്റെ കവാടം എന്ന പ്രബോധന രേഖയിലൂടെ ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ വളരെ കൃത്യമായി ആവിഷ്കരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ പാഠപുസ്തകവും അല്ലെ വിശ്വാസ കൈമാറ്റത്തിന്റെ പാഠപുസ്തകവും അത് പഠിപ്പിക്കുന്ന അധ്യാപകനും ഒന്നാവുന്ന വിസ്മയത്തിന്റെ പേരാണ് പെഡഗജി ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഏത് രീതിയിലാണ് കാര്യക്ഷമമായി അപ്പോസ്റ്റസിയുടെയോ വിശ്വാസത്യാഗത്തിന്റെയോ വിശ്വാസ നഷ്ടത്തിന്റെയോ ഈ ആധുനിക കാലത്ത് നസ്രായനിലുള്ള വിശ്വാസത്തെ കൈമാറ്റം ചെയ്യപ്പെടാൻ കൂടുതൽ കാര്യക്ഷമമായി പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തിച്ചത്. 3 ബോധന രീതികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതിൽ ആദ്യത്തേത് ദൈവം ചരിത്രത്തിൽ ഉപയോഗിച്ച ദ മെത്തേഡ് ഓഫ് ഓർ ദ പെഡഗജി ഓഫ് ഗോഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡിവൈൻ പെഡഗജിയാണ്. രണ്ടാമത്തേത് പെഡഗജി ഓഫ് അക്കമ്പനിമെന്റ്, സഹയാത്രയുടെ ഒരു ബോധന രീതി എന്നാണ്. മൂന്നാമത്തേത് പെഡഗജി ഓഫ് വിറ്റ്നസ് അഥവാ സാക്ഷ്യത്തിന്റെ ഒരു ബോധന രീതി. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വിശ്വാസ നഷ്ടങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം അതേ തീവ്രതയോടെ ഭാവി തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിന് നമുക്ക് സഹായമാവുന്ന കാര്യക്ഷമമായ വിശ്വാസ കൈമാറ്റത്തിന് സഹായിക്കുന്ന ഈ ബോധന രീതികളെ നമ്മുടെ മതബോധന സമ്പ്രദായത്തിൽ ഓരോ വിശ്വാസ പരിശീലകരും സാംശീകരിക്കുകയും അത് ജീവിതം കൊണ്ട് ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ കുറെ കൂടെ ശോഭനമായ ഒരു ഭാവി നമ്മുടെ സഭയ്ക്ക് നമ്മൾ കാണുന്നു. കുറെ കൂടെ തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസ സമൂഹത്തെ സ്വപ്നം കാണാൻ, ഒരു തലമുറയെ സ്വപ്നം കാണാൻ ധൈര്യമുള്ളവരായിട്ട് നമ്മൾ മാറുന്നു. ഇതിനെക്കുറിച്ച് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു അപ്പസ്തോലിക പ്രബോധന രേഖയുടെ ആന്റിക്യും മിസ്റ്റേരിയും. പുരാതനമാണ്, എന്നാൽ നൂതനത്വം ഇന്നും ഉള്ള, പഴമ മണക്കാത്ത
ഈ ഒരു ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഈ പ്രബോധന രേഖയുടെ കാലിക പ്രസക്തി എന്ന് പറയുന്നത്. എന്നെ ഇത്രയും നേരം ക്ഷമാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പ്രത്യേകമായി ഈ വൈകിയ വേളയിലും ശ്രവിച്ച അഭിയന്തി പിതാക്കന്മാർക്കും, അതുപോലെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടവച്ചനും, തലശ്ശേരി അതിരൂപതയുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് പെണ്ണായിപ്പള്ളിൽ അച്ഛൻ ഈ ഒരു ആശയത്തിൽ, ഈ വെബിനാറിന്റെ പിറവിക്ക് പിന്നിലെ എന്റെ ഒരു പ്രചോദകനായിരുന്നു. അച്ഛന്റെ കൂടി ആശയത്തോടു കൂടിയാണ് തലശ്ശേരി അതിരൂപതയിലെ മതാധ്യാപകർക്ക് വേണ്ടി സംയുക്തമായി സംഘടിപ്പിക്കാമെന്നുള്ള ആശയമാണ് കേരള സഭയിലെ മുഴുവൻ മതാധ്യാപകർക്കും എന്നുള്ള ഒരു തലത്തിലേക്ക് വളരാൻ ഇടയായത്. അച്ഛനെയും അതുപോലെ ബഹുമാനപ്പെട്ട ആൽഫയുടെ പ്രസിഡന്റ് ഫിലിപ്പ് കവിയിലച്ചൻ, വിവിധ രൂപതകളിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടർമാർ, ബഹുമാനപ്പെട്ട അൽമായ സഹോദരങ്ങൾ, അതുപോലെ ഷീന്യൂസിന്റെ സംഘാടകർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവർക്കും ഹൃദ്യമായ നന്ദി പറയുന്നു. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വലയിറക്കാൻ ഉദ്ധിതനായ യേശു നമ്മളെ സഹായിക്കട്ടെ. മനോഹരമായ സംഭാഷണത്തിലൂടെ മതബോധന ശുശ്രൂഷ ആധുനിക രൂപങ്ങളെ, പ്രത്യേകിച്ച് താതാത്മ്യപ്പെടൽ, സഹയാത്രിത്വം, സാക്ഷ്യം എന്നിവ നമുക്ക് പകർന്നു തന്ന ടോമസ്. നമ്മുടെ സമയം നീണ്ടുപോയിരിക്കുകയാണ്. ഈ വെബിനാറിന്റെ വിജയത്തിനായി പിന്നണിയിലും മുന്നിലും അനേകം പേർ പ്രവർത്തിച്ചിട്ടുണ്ട്. നന്ദിയുടെ ഒരു വാക്ക് പറയാൻ വേണ്ടി തലശ്ശേരി വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ജേക്കബ് പെണ്ണായിപ്പള്ളിയെ ക്ഷണിക്കുന്നു. അഭിയന്തി പിതാക്കന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, വിശ്വാസ പരിശീലകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണല്ലോ വിശ്വാസ കൈമാറ്റം എന്നത്. ഈ വിശ്വാസ കൈമാറ്റം അത് അൽമായരുടെ ഒരു വലിയ ശുശ്രൂഷയായിട്ട് അന്റിക്കും മിനിസ്റ്റേരിയും എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ മാർപ്പാപ്പ ഉയർത്തിയ ഈ സമയത്ത് ഈ ഒരു അപ്പസ്തോലിക പ്രബോധനത്തെക്കുറിച്ച് തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടും സീറോ മലബാർ കാറ്റഗറ്റിക്കൽ കമ്മീഷനും ചേർന്ന് ഒരു വെബിനാർ സംഘടിപ്പിച്ചപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. സമയം ഒത്തിരിയേറെ മുന്നോട്ട് പോയതിനാൽ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറഞ്ഞുകൊള്ളാം. ഒന്നാമതായിട്ട് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ അത്യുന്നത കർദിനാള് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് സന്ദേശം നൽകുകയുണ്ടായി. പിതാവിനെ ഒത്തിരി നന്ദിയോട് ഓർമ്മിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സീറോ മലബാർ കാറ്റഗറ്റിക്കൽ കമ്മീഷന്റെയും പേരിൽ പിതാവിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഇന്നത്തെ ഈ വെബിനാറിൽ വിശ്വാസ പരിശീലനം ഒരു ചരിത്ര വിശകലനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ച് നമ്മെ പ്രബുദ്ധരാക്കിയ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും CBCIയുടെ വൈസ് പ്രസിഡന്റും സീറോ മലബാർ സഭയുടെ കാറ്റഗറ്റിക്കൽ കമ്മീഷൻ ചെയർമാനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ജോർജ് ഞെർലക്കാട്ട് പിതാവ് നന്ദിയോട് ഓർമ്മിക്കുകയാണ്. ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുവാനായിട്ട് എല്ലാ പ്രോത്സാഹനവും പ്രചോദനവും നൽകിയത് അഭിയന്തി പിതാവാണ്. പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഈ സമയം നന്ദിയോട് ഓർമ്മിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയും ചെയ്യും. അടുത്തതായിട്ട് വെബിനാറിൽ അന്റിക്കും മിനിസ്റ്റേരിയും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മോട് വിശദമായിട്ട് സംസാരിച്ച, അത് വളരെ കൃത്യമായി ഒരുങ്ങി പവർ പോയിന്റ് ഒക്കെ സഹായത്തോടെ നമുക്ക് എല്ലാവർക്കും ഈ അപ്പസ്തോലിക പ്രബോധനത്തെ ഉള്ളടക്കം ബോധ്യമാകത്തക്ക രീതിയിൽ നമ്മോട് സംസാരിച്ചത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCIയുടെ ഡോക്ടറൽ കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനുമായ അങ്ങനെ വ്യത്യസ്ത നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിനെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അതോടൊപ്പം തന്നെ സീറോ മലബാർ കാറ്റഗറ്റിക്കൽ കമ്മീഷന്റെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഈ സമയം നന്ദി പറയുന്നു. ഈ ഒരു വെബിനാറിൽ വിഷയാവതരണം നടത്തിയത് സീറോ മലബാർ സഭയുടെ കാറ്റഗറ്റിക്കൽ കമ്മീഷന്റെ സെക്രട്ടറിയായ തോമസ് മേൽവട്ടവച്ചനാണ്. അച്ഛൻ എന്താണ് ഒരു അപ്പസ്തോലിക പ്രബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായും സംസാരിക്കുകയുണ്ടായി. അച്ഛൻ്റെയും വലിയ താല്പര്യവും ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുണ്ട്. പ്രിയപ്പെട്ട തോമസ് അച്ഛ, എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി പറയും. അടുത്തതായിട്ട് മതബോധന ശുശ്രൂഷയുടെ ആധുനിക രൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി എപ്രകാരം നമുക്ക് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവരുടെ മുതിർന്നവരിലേക്ക് വിശ്വാസ കൈമാറ്റത്തിനായിട്ട് ഇറങ്ങിച്ചെല്ലാം സാധിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായും കൃത്യമായും
സംസാരിക്കുകയും നല്ലൊരു ദിശാബോധം നൽകുകയും ചെയ്തത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഒരു ധ്യാന പ്രസംഗം കൂടിയായ ടോം ഓലിക്കരോട്ട് അച്ഛനാണ്. അച്ഛനെയും നിങ്ങൾ എല്ലാവരെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. അച്ഛനും സ്നേഹപൂർവ്വം നന്ദി പറയും. ഇന്ന് നമുക്ക് സ്വാഗതം ആശംസ സംസാരിച്ചത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും തലശ്ശേരി അതിരൂപതയുടെ പാസ്റ്ററൽ കോർഡിനേറ്ററും ഒപ്പം സന്ദേശ ഭവന്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവീലച്ചനാണ്. അച്ഛൻ എല്ലാവരെയും ഓരോരുത്തരെയും പേരെടുത്ത് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയുണ്ടായി. അച്ഛൻ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്തത്. ഓരോ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഏറ്റവും നന്നായിട്ട് ഈ വെബിനാർ എല്ലാവരിലേക്കും എത്തിക്കുവാൻ പരിശ്രമിച്ചു. ഫിലിപ്പച്ചനെയും നന്ദിയോട് ഓർമ്മിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു വെബിനാറിന്റെ തുടക്കത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അങ്ങാടിക്കടവ് ഇടവയിലെ സൺഡേ സ്കൂളിന്റെ പ്രധാന അധ്യാപിക സാലി പൈമ്പിൾക്കുന്ന ടീച്ചറിന് നന്ദി പറയുന്നു. ഇന്ന് ഈ ഒരു വെബിനാർ വളരെ മനോഹരമായിട്ട് ആങ്കർ ചെയ്ത ബഹുമാനപ്പെട്ട ബിനു തോമസ് സാറ് എല്ലാവരെയും കൃത്യമായിട്ട് വ്യക്തമായി പരിചയപ്പെടുത്തിക്കൊണ്ട് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയായ ബിനു സാറ് എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കുകയുണ്ടായി. എല്ലാവരെയും കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കൃത്യസമയത്തിന് ഇടപെട്ടു. സാറിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദൈവശാസ്ത്ര കോഴ്സ് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുണ്ട്. ഇന്ന് വെബിനാറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെയും സീറോ മലബാർ സഭയിലെയും സഭയ്ക്ക് പുറത്തുള്ള ഒക്കെ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, വിശ്വാസ പരിശീലകർ ഒത്തിരിയേറെ പേരുണ്ട്. സീറോ മലബാർ സഭയിലെ ഓരോ രൂപതകളുടെയും വിശ്വാസ പരിശീലന ഡയറക്ടർമാരുണ്ട്. അവരെല്ലാവരെയും ഓർമ്മിക്കുന്നു. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അവസാനമായിട്ട് ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുവാനായിട്ട് സൂം കോൺഫറൻസ് വഴി സംഘടിപ്പിക്കുവാനായിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് സി ന്യൂസിന്റെ ടീം അംഗങ്ങളാണ്. അവർ കൃത്യസമയത്ത് തന്നെ എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ച് ഓരോ സമയത്തും വേണ്ട ഇടപെടലുകൾ നടത്തി അവരൊരു വലിയ ഔദാര്യത്തിനോട് ഭാഗമായിട്ടാണ് ഇത്രയും പേർക്ക് ഈ ഒരു സൂമിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത്. സി ന്യൂസിലെ എല്ലാ ടീം അംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. ഒരിക്കൽ കൂടി ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സീറോ മലബാർ സഭ വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗങ്ങളെയും ഒത്തിരി നന്ദിയോട് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സിജോച്ച. താങ്ക് യു സോ മച്ച് ബിനു. നമുക്ക് നമ്മുടെ പല കാറ്റഗിസത്തിന്റെ ഡയറക്ടർമാരുണ്ട്. വളരെ അൺഒഫീഷ്യൽ ആണ്. ഓൾറെഡി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞുവെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് സമയം, ഒരു 10 മിനിറ്റ് സമയം അതിന് വേണമെങ്കിൽ കൊടുത്താലോ? വിശ്വാസ പരിശീലനത്തിൽ അല്ലെ സിജോച്ച, ഫിലിപ്പച്ച എന്താണ് അല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. ആർക്കെങ്കിലും സംശയം ചോദിക്കാൻ ക്ലാസ് എടുത്ത് ടോമസിനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പമ്പളാനി പിതാവ് മീറ്റിംഗിലുണ്ട്, ഞലക്കാട് പിതാവും ഉണ്ട്. നമ്മുടെ ഡയറക്ടർമാര് വിവിധ രൂപതകളിലെ ഡയറക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അവരുടെ വീക്ഷണങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ അവസരമുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് ആൾക്കാരെ സംസാരിക്കുമെന്ന് സംശയമുണ്ട്. അവർക്ക് നമ്മൾക്ക് അഭിപ്രായങ്ങൾ അറിയാനുള്ള അവസരം പിന്നീടാണ് എഴുതി അറിയിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതെങ്കിലും സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ആൽഫയ്ക്ക് നേതൃത്വത്തിന്. അതുപോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നടത്തിയല്ലോ. കാരണം കുറച്ചും കൂടെ പഠനം ആവശ്യമുള്ള മേഖലയാണ്. അച്ഛന് രാജകോട്ട് രൂപതയുടെ വികാരി ജനറാളും അവിടുത്തെ മതബോധന കമ്മീഷൻ ഡയറക്ടറുമാണ്. ഇംഗ്ലീഷിലും കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമുള്ളൂ. ഇവിടെയുള്ള ബാക്കി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ കാറ്റഗിസും അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്ത കാര്യം നമ്മുടെ ഇടവകയിൽ അത് ഇംഗ്ലീഷിൽ അത് ചെയ്തു കൊടുക്കുന്നതായിരുന്നു. സ്നേഹമുള്ളവരെ, വളരെ നല്ല പീത്തൂരണ്ണപ്പഴച്ചനാണ് എറണാകുളത്ത് നിന്ന്. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന മേഖലയിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ വിശ്വാസ പരിശീലന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് വളരെ ഉപയോഗപ്രദമാണ്. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അഭിമന്യ പിതാക്കന്മാർക്കും ക്ലാസ്സുകൾ നയിച്ചവർക്കും സംഘടിപ്പിച്ചവർക്കും എല്ലാവർക്കും പ്രത്യേക ഭാവങ്ങളും ആശംസകളും പ്രത്യേക നന്ദിയും. പ്രത്യേകിച്ച് ഈ ആന്റിക് മിനിസ്റ്റേറിയം കുറച്ചും കൂടിയും ഇതിനെ ഗൗരവമായി സഭാതലത്തിൽ എടുക്കുകയും എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ, ഇനി ഇത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് പിതാവ് പറഞ്ഞ പോലെ ഏകദേശം ഒരുപാട് ലക്ഷങ്ങൾ കാറ്റഗിസ്റ്റുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും കാറ്റഗിസ്റ്റ് ആണോ? ഇതിനൊക്കെ ഒരു വിശകലനം ആവശ്യമാണ്. ആത്മായ ശുശ്രൂഷ എന്നുള്ള രീതിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇത് ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോകണം, അങ്ങനൊരു
നിയമപരമായ സ്ട്രക്ചറും ഘടനയും പഠനവും ഇതിന് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഉടനെ തന്നെ. അതുകൊണ്ട് ഇതിന് അടുത്ത സിനഡിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു വിശകലനം ചെയ്താൽ നന്നായിരിക്കും. ഇനി പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ അച്ഛാ ഒരു അവസരം കൊടുക്കാമല്ലോ അല്ലേ? വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ. എൻ്റെ പേര് ടോമിച്ചൻ പുല്ലങ്ങാവങ്കൽ. ഞാൻ കരിഗ്മ മിനിസ്ട്രിയുടെ ഓൾ കേരള കോർഡിനേറ്ററാണ്. ഇത് ഒരല്പം കൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ വിശദീകരിച്ച് അത് കുറെ കൂടെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കണം. എന്ന് പറഞ്ഞാൽ മതാധ്യാപകര് ഇന്ന് ഇത്ര 100 പേര് പങ്കെടുത്തെങ്കിലും എത്ര പേർക്ക് ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള സംശയമുണ്ട്. അപ്പൊ കുറച്ചുകൂടെ വിശദീകരിച്ച് ഒന്നുകൂടെ നടത്താൻ സാധിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ മതാധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമേഷന്റെ ലെവലിൽ അത് ഏത് തരത്തിൽ നമുക്കത് സ്ട്രക്ചറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അച്ഛാ, എൻ്റെ പേര് സിജു ജോസഫ്. ഞാൻ ഓൾ കേരള കെരിഗ്മ മിനിസ്ട്രിയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ കൂടി മതാധ്യാപകർക്ക് വേണ്ടി 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കെരിഗ്മ കോഴ്സ് നടത്തുന്നുണ്ട്. പിതാവ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഇതാണല്ലോ. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു, വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ആ ബോധന ശാസ്ത്ര മേഖലയിൽ കുറച്ചും കൂടി അത് അധ്യാപകർക്ക് അത് വളരെ ഒരു തുടങ്ങാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷെങ്കിൽ വളരെ മനോഹരമായിരുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതിന്. ഞങ്ങൾ മതാധ്യാപകർക്ക് വേണ്ടി ഒരു 10 ആഴ്ചത്തെ കോഴ്സ് 250 പേരുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ മനോഹരമായിട്ട് ഇങ്ങനത്തെ ചില ആശയങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റും. അതിന് വളരെ ഭംഗിയായിരുന്നു, വളരെ നന്നായിരുന്നു. പിതാക്കന്മാരെല്ലാം ഉൾപ്പെട്ടതും വളരെ ഭംഗിയായി. താങ്ക് യു. ഞാൻ ജോസ് തട്ടിൽ എടപ്പള്ളിയിൽ നിന്നാണ്. പീറ്റർ കണമ്പുഴ അച്ഛന്റെ കൂടെ അച്ഛന്റെ മേൽനോട്ടത്തിലെ നേതൃത്വത്തിലെ എറണാകുളം അതിരൂപതയിലെ എടപ്പള്ളിയിലെ മതബോധന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കൂടാതെ പാരിഷ് മിനിസ്ട്രിയുടെ കേരള കോർഡിനേറ്ററാണ്. വളരെ ഇത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഒത്തിരി മതാധ്യാപകർ പങ്കെടുക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത്. വളരെ പ്രയോജനപ്രദമാണ്. ഇത് ഇനിയും നടത്തപ്പെടുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് പങ്കെടുക്കാൻ പറ്റും. പീറ്റർ അച്ഛൻ പറഞ്ഞ പോലെ ഇത് അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താൽ നന്നായിരിക്കുമെന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു. എന്റെ പേര് അഭിവന്ദി പിതാക്കന്മാരെ, എന്റെ പേര് സക്കറിയാസ് തെക്കൻകാട്ടിൽ. ഞാൻ തലശ്ശേരി അതിരൂപതയിൽ നിന്നാണ്. പുരാതന ശുശ്രൂഷയുടെ ഭാഗമാകാൻ ഒരു മതാധ്യാപന എന്ന നിലയിൽ ആയിത്തീരാൻ കഴിഞ്ഞതിൽ ഒത്തിരി അഭിമാനമുണ്ട്. തീർച്ചയായും ക്ലാസ് വളരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടെ പഠനവും കൂടുതൽ വിശാലമായ ചർച്ചയും ഒക്കെ തീർച്ചയായും ഉണ്ടാകണം. എറണാകുളത്തു നിന്നുള്ള ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവണം. അതുപോലെ ഇത് സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദമായതുകൊണ്ട് തന്നെ ഒരു ചെറിയ സജഷൻ ഞാൻ വെക്കുകയാണ്. നമുക്കറിയാം ഈ വർഷം യേശുപിതാവിന്റെ പിതാവിന്റെ വർഷമാണ്. ഈ പരിശുദ്ധ പിതാവ് അൽമായരുടെ ഔദ്യോഗിക ദൗത്യമായിട്ട് മത അധ്യാപനത്തെ അംഗീകരിച്ച സ്ഥിതിക്ക് അടുത്ത വർഷം മതാധ്യാപകരുടെ വർഷമായി. കാരണം ഒത്തിരി വർഷാചരണങ്ങൾ നടന്നിട്ടുണ്ട്. വൈദിക വർഷാചരണം, സമർപ്പിത വർഷാചരണം. അടുത്ത വർഷം മതാധ്യാപകരുടെ വർഷാചരണമായിട്ട് പിതാക്കന്മാര് കേരള സഭയിൽ അത് പ്രഖ്യാപിക്കണം എന്നുള്ള ഒരാഗ്രഹം പങ്കുവെക്കുകയാണ്. താങ്ക് യു. എന്റെ പേര് ജോസ് പുതുശ്ശേരി. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. അപ്പൊ ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിട്ട് 2 മണിക്കൂർ. കാരണം ഇന്ന് സഭയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരങ്ങളും പിതാക്കന്മാരുടെ ടോക്കൊക്കെ നല്ല മനോഹരമായിരുന്നു. എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം, ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് എനിക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് എടുത്ത ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കും എന്നീ അവസരത്തിൽ പല സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി. എനിക്ക് തോന്നുന്നത് നമുക്ക് നൗ ഇറ്റ്സ് എ ടൈം ടു വൈൻഡ് അപ്പ്. വേറെ ആരും ഇല്ലായിരിക്കും എന്ന് തോന്നുന്നു. വൈൻഡ് അപ്പ് ചെയ്യാതാലോ അച്ഛാ? ഇനി വേറെ ആരും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക്